കന്യകായാമവസ്ഥിതോ ലോകമപശ്യമാന പരിക്രമണ്യർഞ്ഞ വിവർത്തനേത്രസ്വത്വാനിലേഭേണിദുഷന്മുഖാനി തസ്മാല്യുഗാന്തശ്വസനാവഹുണ്ണജലോർമിചക്രാൽസരിലാൽവിരൂഢം ഉപാസിതക്കഞ്ചം ലോകദത്തുന്നാത്മാനമദ്ധാവിതാനി ദേവ ഹേഷോസാവഹമബ്ജപൃഷ്ടയേതൽകുതോ വാബ്ജമനന്യരപ്സു അസ്തിഹ്യതസ്ഥാദിഹകിഞ്ചനേതൽ അധിഷ്ഠിതം യത്ര സദാനുഭാവ്യം സൈദ്ധമുദ്വീക്ഷതബ്ജനാളനാടീഭിരന്തജ്ജലമാവിവേശ നാർവാഗതസ്ഥൽഖരനാളനാളനാഭിന്നിജന്യം സ്ഫുതവിന്ദരാജ തമസ്യ പാരേതുരാത്മസംഗം വിജന്നതോ ഭോൽസു മഹാംസ്ത്രേമേ യോ ദേഹവാജാംഭയനീരയാണ പരീക്ഷണോത്യായുരജസ്യ ഹേതേ തദോനുവൃത്തോപ്രതിലബ്ധകാമസ്വഭിഷ്ണിമാസാദ്യമനസ്വദേവ ശനേയജിതശ്വാസനിവൃത്തചിത്തോ അന്യഷീതദാരൂഢസമാധിയോഗ കാലേന സോജപുരുഷായുഷാഭിപ്രവൃത്തയോഗേന വിരൂഢബോധാ സ്വയം തദന്തർഹൃതയേവ ഭാഗമവശ്യതാപശ്യതയെന്ന പൂർവം മൃണാളഗൗരായുധശേഷഭോഗവര്യങ്കേകം പുരുഷം ശയാനംഭനാദപത്രായുധമുദ്ധരത്നദ്ഭിഭരഹതധ്വാന്തയുഗാന്തതോയേ പ്രേക്ഷാം ക്ഷിബന്ധം ഹരിതോപരാദ്രേഃ സന്ധ്യാഭ്രമീലേരുരുക്മമോദ്ധ്ര രത്നോദധാര ഔഷധിസോമനസ്യ മനസ്സുഭ്യോ വേണുഭുജാംഗിഭംഗ്രേഃ ആയാമതോ വിസ്രതസ്മാനദേഹേന ലോകത്രയസംഗ്രഹേണ വിചിത്രദിവ്യാഭരണാം ശുകാനാം കുതസ്കൃതശ്രിയാവാശ്രിതവേഷദേഹം പുംസാം സ്വകാമായ വിവൃത്തമാർഗൈരഭ്യച്ഛതാം കാമദുഃഖം ഹൃപത്നം പ്രദർശയന്തം കൃപയാനഖേന്ദുമയൂഖവിന്നാങ്കുലിചാരുപത്രം മുഖേന സോഗാത്തിഹരസ്ഫിരേന പരിസ്ഫുരൽകുണ്ടലമണ്ഡിതേന ശോണായുധേന അധർബിംബഭാസപ്രത്യർഹയന്തം സുമസേന സുഭ്രുവാം കദംബകിഞ്ചൽക്കപിസംഗവാസസാശ്വരം കൃതം മേഖലയാ നിതംബേ ഹാരേണ ജാനന്ദഹനേന വത്സശ്രീവത്സവക്ഷസ്ഥലവല്ലഭേന വരാഖ്യയൂരമണിപ്രവേഗപര്യസ്തദോദ്ദണ്ഡസഹസ്രശാഹം അവ്യക്തമൂലം ഭുവനാഘ്രിവേന്ദ്രമഹീന്ദ്രഭോഗൈരധീവീതവത്സം വിരാജരൗഗോ ഭഗവന്മഹിദ്ധമ ഹിന്ദ്രബന്ധും സലിലോപകൂഢം കിരീടസാഹസ്രഹേണ്യസംഗമാവിർഭവൽക്കൗസ്തുഭരത്നഗർഭം നിരീതമാംനായമധുമൃതശ്രിയാസുദൃഷ്ടിമയ്യാലയാഹരിം സൂര്യേന്ദു വായുവാഗ്നി അഗമം ദധാമരക്തപ്രജാഹസ്തൃക്ഷം നിയദേവദൃഷ്ട്വാ അസ്തൗൽവിസർഗാഭിമുഖസ്തമീഡ്യമവ്യക്തവത്മന്യഭിവേശിതാത്മാ ശ്രീഹരേ നമഃ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ തൃതീയേ അഷ്ടമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഥാ നവമോധ്യായ ബ്രഹ്മോവാച ജ്ഞാതോऽസി നിത്യശുചിരാന്നദേഹഭാജാം ന ജ്ഞായതേ ഭഗവതോ വിചിരിത്യവദ്യം നാന്യത്വതസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാ ഗുണവിധികരാദ്യതിരുവിഭാസി രൂപം യഥേതവബോധരസോദേന ശശ്വം നിവർത്തനവശസ്വതനുഗ്രഹായാദൗഗീനോദാനസുതൈകബീജവ്യന്നാഭിപത്നഭവനാദഹമാവിരാസം നാദപരമ്പരമയദ്ഭവതസ്വരൂപമാനന്ദമാത്രമവികൽപ്പമവിദ്ധവർജ തസ്യാമി വിശ്വസുജമേകമവിശ്വമാത്മൻ ഭൂതേന്ദ്രിയാത്മകവദസ്തൗപാശ്രിതോऽസ്മി തദ്വായിദം ഭുവനമംഗളമംഗളായ ധ്യാനേ സ്മനോദർശിതം തൗപാസകാനാം തസ്മൈ നമോ ഭഗവതേ വിധേമതുഭ്യം യോനാദരേ നരകഭാഗ്ഭിരസപ്രസംഗൈഃ ഏതത്വദീയചരണാംബുജകോശഗന്ധം ജിഘ്രം ീലം ഭക്തിയാഗീതചരണപ്രയാസദേശാം നാപേഷിനാഥഹൃദയാം ബൃഹാത്സുവംസാം താവൽഭയം ദ്രവിണദേഹസുവന്നനത്തം ശോകസ്പൃഹാപരിഭവോ വിളസ്സലോക താവന്മയത്യസുതവഗ്രഹാത്തിമൂലം യാവന്നതിംഹിമഭയം പ്രവണീതലോക ദൈവേന ദേഹതധിയോ ഭവതപ്രസംഗാൽ സർവാശുഭോപശമനാൽ വിമുഖേന്ദ്രിയായേ കുർവന്തി കാമസുഖലേശലമായ ദീനാലോഭാഭിഭൂതമനസോ കുശലാനി ശശ്വക്ഷുതൃത്സാദ് ഭീമാമുഹുരത്യമാനാഹസ്യീരോഷ്ണവാദവർഷൈതരേതരാച്ച കാമാഗ്നിനാച്യുതരുഷാദുർഭേണ സംഭശ്യതോ മനവരുക്രമസീതേ മേ യാവൽപൃഥഗ്വമിതമാത്മനേന്ദ്രിയാത്മമായാബലം ഭഗവതോ ജനൈശപശ്യത്താവന്ന സംസൃതരസോ പ്രതിസംക്രമേതവ്യഗ്ധാഭിദുഃഖമിവഹം മഹതി ക്രിയാർത്ഥ അന്യാമൃതാർത്ഥകരണാദിശനിശ്ചയാനാനാവനവർദ്ധതിയാക്ഷണഭഗ്നനിദ്രാः ദൈവാഹതാദ്ധരജനാ ഋഷിയോമിദേവയുഷ്മത്പ്രസംഗവിമുഖായ സംസരന്തി ത്വം ഭാവയോഗബലിഭാവിതവിസ്രോജാസ്യശ്രുതക്ഷുതപഥോ നിരനാഥപും സംവിദ്യധ്യാതവിരുഗായി ഭാവയന്തി തത്തദ്ഭവപ്രണയസേ സതിനിഗ്രഹായ നാദിപ്രസീദതി തഥോപജിതോമചാരൈനാനാധിതസ്വരഗണൈർഹൃദ്ബദ്ധകാമൈः സർവഭൂതയാസുതലഭ്യൈവോ നാനാദിനേഷ്വഹിതസുഹൃദന്ധരാത്മാ പുംസാമതോ വിവിധകർമ്മഭിരധ്വരാദ്യേയദാനേന ജോകൃതവസൗവ്രതര്യാജ ആരാധനം ഭഗവതസ്തവ സക്രിയാബ്ധോ ധർമ്മോർപ്പിതക്കർഹിതിൽ യത്ര ശശ്വൽസ്വരൂപമഹസൈവ നിവേദഭേദമോഹായ ബോധജിഷണായ നമഃ പരസ്മൈ വിശ്വോദ്ഭവസ്ഥിതിലേഷു നിമിത്തലീലാരാസായ തേ നമ ഇദം ചക്രമേശ്വരായ യസ്യാവതാരഗുണകർമ്മ വിഡംബനായ നാമാനി യേശുവികമേ വിവശാ ഗൃഹന്തി തേനൈകജന്മശമലം സകസൈവ ഹിത്വാ സയ്യാദ്യഭാവൃതമൃതം തമജം പ്രപദ്യേ യോ വാഹം ജഗരിശസ്യ വിഭസ്വയം ജാസിത്യുദ്ഭവപ്രയഹേതവാത്മൂലം ഭിത്വാ ത്രിഭാൽവവധേ ഗൗരപ്രയോഗസ്തസ്മൈ നമോ ഭഗവതേ ഭുവനദ്രുമായ
ലോകോ വികർമ്മനിരതക്കുശലെ പ്രമത്യക്കമ്മണ്യം തുതിതേ ഭവദർച്ചനേ ശ്രേയസ്താവതസ്യ ബലവാനിഹ ജീവിതാശം സദ്യച്ഛിനത്യ നിമിഷായ നമസ്തു തസ്മൈ യസ്മാൽ വിഭിന്നഹമവിദ്യുപരാന്തരിഷ്യമധ്യാസിത സകലലോക നമസ്കൃതം യത്തേ വേദവോ ബഹുസവോ വരുളുത്സമാനസ്തസ്മൈ നമോ ഭഗവതേ ധിമഹായ തുഭ്യം തിര്യൻ മനുഷ്യവിരുദ്ധാദിഷു ജീവയോനിഷ്വാത്മേച്ഛയാത്മകൃതസേതുപരിപ്സയായ ഹേ മേ നിരസ്തരതിരപ്യവരുദ്ധദേഹസ്തസ്മൈ നമോ ഭഗവതേ പുരുഷോത്തമായ യോ വിദ്യാനുഭഗതോപതിശാദ്ധവൃത്യാ നിദ്രാവുവാഹജഭീകതലോകയാത്ര അന്തർജലേഹികശുപുസ്പർശാനൂലാം ഭീമോർമിമാലിനിജനസ് സുഖം വിവൃണ്വൻ എന്നാഭിപത്മഭവനാദഹമാസമിഗ്ലോകത്രയോപകരണോ യദനുഗ്രഹേണ തസ്മൈ നമസ്തോദരസ്തഭവായ യോഗനിദ്രാവസാന വികസന്നളിനേക്ഷണായ സ്വയം സമസ്ത ജഗതാം സുഹൃദേകാത്മാ സത്വേയന്മൃടേതേ ഭഗവാൻ ഭഗേനാഥേനൈവ മേ ദൃശമനുസ്പൃശതാദ്യഥാഹം രക്ഷ്യാമി പൂർവ്വവദിതം പ്രണതപ്രിയോസോ ഏഷ പ്രപന്നവരദോരമയാത്മശക്തിയായന്തൽക്കരിഷ്യതി ഗൃഹീരഗുണാവതാര തസ്മിൻ സ്വവിക്രമമിദം സൃജിതോപി ചേതോയം ജീതകർമ്മശമനം ജയഥാ വിജഹ്യാം നാഭികൃതാലിഹസുതം ഭസിയസ്യ പുംസോ വിജ്ഞാനശക്തിരഹണാസമനന്ദശക്തേഃ രൂപം വിചിത്രമിദമസ്യ വിവൃണ്ണതോ മേ മാരീരിഷിഷ്ട വീരിഷിഷ്ടനിഗമസ്യ ഗിരാം നിസർഗ സോസാവദഭ്രഗരുമോ ഭഗവാൻ വിവൃദ്ധപ്രേമസ്മിതേനാം ബൃഹം വിജൃംഭന്മുദ്ധായ വിശ്വവിജയായ നോ വിഷാദം മധ്യാഗിരാമതയതാൽ പുരുഷപുരാണ മൈത്രേയൗവാചാസു സംഭവം നിശാന്യേവം തപോ വിദ്യാസമാധിയാവൻ മനോവചസ്തുത്വാവിരാമസഖിന്നവൽ അധാവിപ്രേതമന്വീക്ഷ്യ ബ്രഹ്മണോ മധുസൂദനാവിഷണ്ണതേ അത് സന്ദേനാകൽപ്പവിധികരാംബജ ലോകസംസ്ഥാന വിജ്ഞാനാത്മന പരിഹിദ്ധിതാരമാഹാഗാധയാവാചാകസ്മലം സംയന്വിവ ശ്രീഭഗവാനുവാചാമാഹയതഗർഭയാസ്തന്ദ്രിയം സർഗ ഉദ്യമമാവഹ തന്മയാ അപാദിതം ഹ്യഗ്രേയന്മാം പ്രാർത്ഥയതേ ഭവാൻ ഭൂയസ്തും തപാദിഷ്ടവിദ്യാം ദൈവബലാശ്രയാം താഭ്യാമന്തർഹതി ബ്രഹ്മൻ ലോകാൻ രക്ഷസ്യ ഭാവൃതാൻ തദാത്മനി ലോകേ ച ഭക്തിയുക്തഃ സമാഹിതാ ദൃഷ്ടാസുനാം തദം ബ്രഹ്മൻ വൈ ലോകാം സ്വാത്മന യഥാ സർവഭൂതേഷു ദാരുഷ്വഗ്നിവസ്ഥിതം പ്രതിചക്ഷീതമാം ലോകോ ജഹ്യത്തർഹ്യേവകസ്മലം യഥാരഹിതമാത്മാനം ഭൂതേന്ദ്രിയഗുണാശീയസ്വരൂപേണ വയോവേദം പശ്യൻ സ്വരാജ്യമിച്ഛതി നാനാകർമ്മവിധാനേന പ്രജാ ബഹ്വീയസ്യ ശിക്ഷതാ നാത്മാവസീദത്യസ്മിൻ സ്തേവർഷീയാന്മതനുഗ്രഹ ഋഷിമാദ്യം നദധ്നാതിപാപീയാം സ്വാം ഗജോഗുണായന്മനോമൈ നിർബദ്ധം പ്രജാഃ സംസൃജതോപി തേ ജ്ഞാതോഹം ഭവതാത്യുദ്വിജവിജ്ഞേയോപി ദേഹിനാം ജന്മാം ത്വം മന്യസേ യുക്തം ഭൂതേന്ദ്രിയഗുണാന്മഭേ തുഭ്യം മന്ത്രിചികിത്സായാത്മാവേ ദർശിതോപഹികാളേന സലിലേ മൂലം പുഷ്കരസ്യ വിജന്മദായ ച ഗദ്ധാംഗവസ്തോത്രം മൽക്കഥാഭ്യുദയാങ്കിതം നദ്വാദപസിതേ നിഷ്ഠാ സയേഷമതനുഗ്രഹ പ്രീതോഹമസ്തു ഭദ്രം തേ ലോകാനാം ജയേച്ഛയായതസ്തൗഷീർഗുണമയം നിർഗുണം മാനവർണ്ണയൻ യേതേന പുമാൻ നിത്യം സ്തുത്വാ സ്തോത്രേണ മാം ഭജന്തസ്യാസു സംപ്രസീദേയം സർവകാമപരേശ്വരാ പൂർത്തയദുസായജ്ഞേയദാനേർയോഗസമാധിനാരാധം നിശ്രേയസം പുംസാം മൽപ്രിയസ്തത്വമിന്മതം അഹമാത്മാത്മനാം ധാതാ പ്രേഷ്ടസൻ പ്രേയസാമപി അതോ വൈ ഗതിം കുര്യാദ്ദേഹാതിരിയൽക്കതേ പ്രിയ സർവവേദമയേനേതമാത്മനാത്മാത്മയോനിനാ പ്രജാശ്രയഥാപൂർവം യാശ്ചമയ്യനുശേരത്തെ മൈത്രേയൗവാചാതസ്മായേവം ജഗത്സൃഷ്ടേ പ്രധാനപുരുഷേശ്വരാ വിദ്യേതം സ്വേന രൂപേണ കഞ്ചനാഭസ്ഥിരോദധേ ശ്രീഹരയേ നമായ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ തദീയേ നവമോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അല്ല താഴെ ഹാൻഡിൽ പിടിച്ചാണ് വീടല്ലേ ഓക്കെ ഓം കുന്തിവാച നമസ്യേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേഃ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നട്ടോ നാട്യധരോ യദാ തദാ പരമഹംസാനാം മുനീനാം അമലാത്മനാം
ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയഃ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗയേ. ഇപ്പോ ഉച്ചയ്ക്ക് നമ്മൾ ഇവിടെയാണ് നിർത്തിയിട്ട് പോയത് അല്ലെ, കുന്തി സ്തുതി പറയാന്ന് പറഞ്ഞിട്ട്. ഇപ്പോ ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതിയാണ് ഈ പ്രഥമ സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലുള്ള 26 ശ്ലോകങ്ങളിലുള്ള കുന്തി സ്തുതി. ഇതില് എന്താ പറയുക, ഭഗവാന്റെ ഉപാസനാ തത്വത്തെ തന്നെ സൂചിപ്പിക്കുകയാണ്. ഭഗവാനെ ആദ്യമേ കുന്തി നമസ്കരിച്ചുകൊണ്ടാ തുടങ്ങുന്നത്. നമസ്യേ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങ് ആരാണ്? പ്രകൃതേഹേ പരം ആദ്യം പുരുഷം. പ്രകൃതിക്കും അതീതനായിരിക്കുന്ന, എല്ലാറ്റിനും പരമകാരണനായിരിക്കുന്ന പുരുഷനാണ്, ഈശ്വരനാണ് അങ്ങ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിന്റെയും നിയന്താവാണ്. ഈ പ്രകൃതിയെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പേ പ്രകൃതിക്കും മൂലമായിരിക്കുന്നത് അങ്ങാണ്. ആദ്യം പുരുഷം എന്നാണ് ഈ ഭാഗവതത്തിൽ ഭഗവാനെ ഏറ്റവും അധികം പറയുന്നൊരു വിശേഷണങ്ങളാണ് ആദ്യ പുരുഷൻ എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പേ ഏറ്റവും ആദിയിലുണ്ടായിരുന്ന പൂർണ്ണനായതുകൊണ്ടാണ് പുരുഷൻ എന്ന് പറയുന്നത്. പുരുഷ ശബ്ദത്തിന് 2 അർത്ഥം. ഒന്ന് പൂർണ്ണത്വാത് പുരുഷ. അപ്പൊ ഈശ്വരനെ പുരുഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വയം പൂർണ്ണനാണ് എന്നൊരർത്ഥത്തിലാണ്. പിന്നൊരർത്ഥം നമ്മുടെയൊക്കെ ശരീരങ്ങളാകുന്ന പുരങ്ങളിൽ ശയിക്കുന്നവൻ. പുരി ശയനാത് പുരുഷ. നമ്മുടെയൊക്കെ ശരീരങ്ങൾ എന്താ പറയാ, ഇതൊക്കെ പുരികളാണ്. പുരി എന്ന് പറഞ്ഞാൽ ഓരോ നഗരങ്ങൾ പോലെയാണ്. ഇതില് 9 ദ്വാരങ്ങളുള്ള 9 ഗേറ്റുകൾ ഉള്ളതായിട്ടുള്ളൊരു പട്ടണം പോലെയാണ് നമ്മുടെ ശരീരം. ഭഗവത്ഗീതയിൽ പറയുന്ന നവദ്വാരേ പുരേ ദേഹി നൈവ കുർവൻ നകാരയൻ എന്ന നവദ്വാരങ്ങളുള്ള ഒരു പുരമാണ് നമ്മുടെയൊക്കെ ശരീരങ്ങള്. മനുഷ്യ ശരീരത്തിൽ 9 ദ്വാരങ്ങള്, മറ്റു ജന്തുക്കൾക്കൊക്കെ ദ്വാരങ്ങളുടെ എണ്ണം കുറയും അല്ലെ. ഓരോ ജന്തുക്കൾക്കും ഓരോ മാതിരിയായിരിക്കും. അപ്പൊ എന്തായാലും പുരിയിൽ ശയിക്കുന്നവൻ പുരുഷൻ എന്നുള്ള അർത്ഥത്തില് നമ്മുടെ ആത്മാവായിട്ട് ഈശ്വരനെ പറയുന്നു. ഇവിടെ ഈ പുരുഷൻ ആദ്യം പുരുഷൻ എന്ന് പറയുമ്പോഴോ ഏറ്റവും ആദിയിലുള്ള പൂർണ്ണനായ, ആ പൂർണ്ണനിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും കുറവുണ്ടോ ചോദിച്ചാൽ അത് കുറവൊന്നുമില്ല, അത് പൂർണ്ണമാണെന്ന. പൂർണ്ണമത പൂർണ്ണമിതം. കാരണം ആ പൂർണ്ണം തന്നെയാണ് ഈ പൂർണ്ണ രൂപത്തില്, ഈ പ്രപഞ്ച രൂപത്തില് ഇരിക്കുന്നത്. പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ. ആ പൂർണ്ണത്തിൽ നിന്നാണ് ഈ പൂർണ്ണം ഉത്ഭവിച്ചു വന്നത്. ഈ പൂർണ്ണത്തിൽ നിന്ന് ഈ പൂർണ്ണസ്യ പൂർണ്ണം ആദായ പൂർണ്ണമേവ അവശിഷ്യത്തെ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇല്ലാതാക്കിയാലും ഇതിന്റെ കാരണമായിരിക്കുന്ന പുരുഷൻ പൂർണ്ണൻ ഇല്ലാതെയാവില്ല. ആഭരണങ്ങളുടെ ഷേപ്പുകളൊക്കെ ഇല്ലാതായാലും സ്വർണം ഇല്ലാതാവുമോ? മൺപാത്രങ്ങളൊക്കെ ഉടച്ചു കളഞ്ഞാലും അതിൽ മണ്ണ് നശിക്കുവോ? മണ്ണ് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ നാമരൂപങ്ങളെല്ലാം ഇല്ലാതായാലും പ്രളയകാലത്ത് ഇതെല്ലാം ലയിച്ചാലും ആര് ശേഷിക്കുന്നു? ആ പൂർണ്ണ പുരുഷൻ ശേഷിക്കുന്നു. അപ്പൊ അത് അറിഞ്ഞുകൊണ്ടാണ് കുന്തിദേവി ഇവിടെ സ്തുതിക്കുന്നത്. അങ്ങ് പ്രകൃതിക്കും അഥവാ ഈ കാണുന്ന പ്രകൃതി എന്ന് പറഞ്ഞാൽ മാറുന്നതാണ് പ്രകൃതി. പ്രകർഷേണ കൃതമാകുന്നത് വികാരമുള്ളത്, അതുകൊണ്ടാണ് അതിന് പ്രകൃതി എന്ന് പറയുന്നത്. വികാരമുള്ളത് പ്രകൃതി, വികാരമില്ലാത്തതോ അത് പുരുഷൻ, ഈശ്വരൻ. സ്ഥായിയായിട്ടുള്ളത് എന്നും അവികാരിയായി അവ്യയനായിരിക്കുന്നത് പുരുഷൻ. സ്വർണത്തിന് മാറ്റമുണ്ടോ? ഇല്ല. ആഭരണങ്ങളോ? അത് മാറിക്കൊണ്ടിരിക്കാം. വേണമെങ്കിൽ മാലയെ നമുക്ക് വളയാക്കാം, വളയെ ഉരുക്കി കമ്മലാക്കാം, കമ്മലെ ഉരുക്കി വേണമെങ്കിൽ പാദസരമാക്കാം. ആഭരണങ്ങൾക്ക് വികാരങ്ങളുണ്ട്, സ്വർണത്തിന് വികാരമുണ്ടോ? സ്വർണം മാറുന്നില്ല അപ്പോഴും. നിങ്ങൾ ഏത് ആഭരണ ഷേപ്പിലാക്കിയാലും സ്വർണത്തിന്റെ ആ ഒരു ക്വാളിറ്റി അതിന് നഷ്ടപ്പെടുന്നുണ്ടോ? ക്വാണ്ടിറ്റി നഷ്ടപ്പെടുന്നുണ്ടോ? 1 പവൻ സ്വർണം കൊണ്ട് നിങ്ങളൊരു മാല ഉണ്ടാക്കി അതിനെ ഉരുക്കിയാൽ 1 പവൻ നഷ്ടപ്പെടുവോ? യഥാർത്ഥത്തിൽ നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് കാശ് കുറച്ച് നഷ്ടപ്പെടും അല്ലെ, അത് വേറെ, അത് ബിസിനസ്. അത് ബിസിനസിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ നഷ്ടപ്പെടില്ല. അതുപോലെ ഈ പൂർണ്ണത്തിൽ നിന്ന് ഈ പൂർണ്ണത്തെ മുഴുവൻ എടുത്താലും
ഒരു പൂർണ്ണം മുമ്പേ ഉണ്ടായിരുന്ന ആ പൂർണ്ണം അവശേഷിക്കും. ആ ഇൻഫിനിറ്റിക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല. ഇൻഫിനിറ്റിയിൽ എന്ത് കൂട്ടിയാലും ഇൻഫിനിറ്റി തന്നെ, എന്ത് കുറച്ചാലും ഇൻഫിനിറ്റി തന്നെ. അതാണ് ഈശ്വരന്റെ യഥാർത്ഥ സ്വരൂപം. അതറിഞ്ഞുകൊണ്ടാണ് അങ്ങയെ നമസ്കരിക്കുന്നു. പ്രകൃതിക്ക് പരനായ ഈശ്വരനായ പുരുഷനെ ഞാനിതാ നമസ്കരിക്കുന്നു. അങ്ങ് സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം, എല്ലാ ചരാചരങ്ങളുടെയും അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്നുണ്ട്, എങ്കിലും അലക്ഷ്യം. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന വസ്തു ആരാണ്? ഈശ്വരൻ. എന്നാൽ കാണുന്നുണ്ടോ? കാണാൻ എന്ത് വേണം? അതിനുള്ള ദൃഷ്ടി വേണം, കാണാനുള്ള കഴിവ് വേണം, അല്ലെ? ദിവ്യ ദൃഷ്ടി വേണം നമുക്കൊക്കെ. ആ ദിവ്യ ദൃഷ്ടി എവിടുന്നാ കിട്ടുക? ആ ദിവ്യ ദൃഷ്ടിയാണ് ശാസ്ത്രങ്ങളും ഗുരുക്കന്മാരും നമുക്ക് നൽകുന്നത്. അതിനുള്ള യോഗ്യതയും കൂടി നമുക്ക് വേണം. അപ്പൊ നമുക്ക് ആ ദിവ്യ ദൃഷ്ടി കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വര സ്വരൂപമായിട്ട് കാണാം. അങ്ങനെ കാണണം എന്നാണ് ഈശാവാസ്യം ഇതം സർവം എന്നുള്ള ഉപനിഷത്ത് മന്ത്രങ്ങൾ നമ്മളോട് പറയുന്നത്. നിങ്ങൾ ഈശ്വര ദൃഷ്ടി കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആച്ഛാദനം ചെയ്യണം എന്നുവെച്ചാൽ എല്ലാറ്റിലും ഈശ്വരനെ ദർശിക്കണം എന്നാണ്. അപ്പോൾ അലക്ഷ്യം, കാണുന്നില്ല. സർവഭൂതങ്ങളുടെയും അകവും പുറവും നിറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണെങ്കിലും കാണുന്നില്ല. എന്തുകൊണ്ട്? മായാജവനികാച്ഛന്ന, മായയാകുന്ന യവനിക കൊണ്ട് അഥവാ തിരശീല കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കും. എന്താണ് ഈ മായ? മായ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിദ്യ, നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം. അപ്പൊ അജ്ഞാനത്താലാണ് ഈശ്വരൻ മറഞ്ഞു കിടക്കുന്നത്. അല്ലാതെ ഈശ്വരൻ ഇല്ലാത്തതുകൊണ്ടല്ല, ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കാത്തത് കൊണ്ടല്ല, നമ്മുടെ ദൃഷ്ടി അജ്ഞാനത്താൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പോ നല്ല മേഘങ്ങൾ ഉള്ളപ്പോഴും സൂര്യൻ ആകാശത്ത് തന്നെ ഉണ്ട്, അല്ലെ? സൂര്യൻ പകല് ഇല്ലാതിരിക്കുന്നുണ്ടോ? പകല് മാത്രമല്ല, രാത്രിയിലും ഇല്ലാതിരിക്കുന്നുണ്ടോ? രാത്രിയിലും പകലിൽ മേഘങ്ങൾ മൂടുമ്പോഴും സൂര്യനെ മറയ്ക്കുന്നത് എന്താണ്? മേഘങ്ങള് അല്ലെങ്കിൽ സൂര്യൻ, മറ്റേ ഭൂമി കറങ്ങുമ്പോ നമ്മളുടെ ദൃഷ്ടിക്ക് അപ്പുറത്തേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ മറയ്ക്കപ്പെടുന്നത് എന്താണ്? സൂര്യനാണോ നമ്മുടെ ദൃഷ്ടിയാണോ? നമ്മുടെ ദൃഷ്ടിയാണ് മറയ്ക്കുന്നത്. സൂര്യനെ മറയ്ക്കാൻ മേഘങ്ങൾക്കൊന്നും സാമർഥ്യമില്ല. സൂര്യൻ ഒരു കാലത്തും മേഘങ്ങളാൽ, കാരണം ഈ ഭൂമിയിൽ തന്നെ മേഘങ്ങൾ എത്രയോ നിസാരമാണ്, അല്ലെ? എല്ലാ ഭാഗത്തും മേഘങ്ങൾ കാണുമോ? നമുക്ക് ഇവിടെ കാണുന്ന മേഘങ്ങൾ കുറച്ചപ്പുറത്ത് കണ്ണൂർ പോയി നോക്കിയാൽ ചിലപ്പോൾ കാണില്ല, അല്ലെ? കോഴിക്കോട് തീരെ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ മാത്രം കുറച്ച് മേഘങ്ങൾ പൊങ്ങി നിൽക്കുകയാണ്. ചെറിയൊരു അംശമാണ് ജലത്തിന്റെ മേഘങ്ങളായി മാറുന്നത്. അപ്പൊ നമ്മുടെ നേരെ, തലയ്ക്ക് നേരെ ആ മേഘങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ദൃഷ്ടിയിൽ നിന്ന് സൂര്യൻ മറയുന്നു. പക്ഷെ സൂര്യനെ മറയ്ക്കാൻ ഈ ഭൂമിക്ക് പോലും സാധിക്കില്ല. കാരണം സൂര്യന്റെ എത്രയോ ചെറിയൊരു അംശമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്ന് വേർപെട്ട് വന്ന ഒരു ചെറിയൊരു സാധനമാണ് ഭൂമി. ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമാണ് സൂര്യനുള്ളത് എന്ന് പറയും. അപ്പൊ സൂര്യനെ മറയ്ക്കാൻ ഭൂമി മൊത്തം വിചാരിച്ചാലും സാധിക്കില്ല. സൗരയൂഥത്തിൽ ഏറ്റവും വലിയ ഗ്രഹമായിട്ടുള്ള വ്യാഴം വിചാരിച്ചാലും സാധിക്കില്ല. വ്യാഴവും ശനിയും ഭൂമിയും എല്ലാം കൂടി ചേർന്നാലും സാധിക്കില്ല. അപ്പൊ സൂര്യനെ മറയ്ക്കാൻ ആർക്കും ആവില്ല, പക്ഷെ നമ്മുടെ കണ്ണിനെ മറയ്ക്കാം. അതുപോലെയാണ് ഇവിടെ നമ്മുടെ ദൃഷ്ടിയാണ് ആ വിദ്യ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ വിദ്യ മാറ്റേണ്ടത് എവിടെയാണ്? ലോകത്തിനെ മാറ്റണോ നമ്മുടെ കണ്ണിനെ മാറ്റണോ? കണ്ണാണ് മാറ്റേണ്ടത്. ദൃഷ്ടിക്കനുസരിച്ചാണ് സൃഷ്ടി. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് പറയും. നമ്മൾ കാണുന്ന, നമ്മുടെ മനസ്സ് എന്തൊക്കെയാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഈ ലോകത്തില് കാണുന്നത്. നമ്മള് നേരത്തെ തന്നെ ഈ ലോകത്തിലുള്ള ഓരോ വസ്തുക്കളെയും നമ്മുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഗുരുനാഥന്മാരും ഒക്കെ ഓരോന്നിനെയും വേറെ വേറെ പേര് പറയാതെ ഇതാ ഈശ്വരൻ ഈ രൂപത്തിലിരിക്കുന്നു, ഈശ്വരൻ ഇതാ ഈ രൂപത്തിലിരിക്കുന്നു എന്ന് തൊട്ട് കാണിച്ചു തന്നിരുന്നെങ്കിലോ, അല്ലേ? മറ്റേത് നമ്മളെ ജനിച്ചപ്പോ തന്നെ നമ്മൾക്ക് ഇത്തിരി സെൻസ് വരാൻ തുടങ്ങിയപ്പോ തന്നെ ഭേദങ്ങളെയാണ് നമ്മുടെ അച്ഛനമ്മമാര് പഠിപ്പിച്ചത്. ഞാൻ, അവൻ, അല്ലെ? നമ്മുടെ ശരീരത്തിൽ തന്നെ അവയവങ്ങൾ വേറെ 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 പേര് പറഞ്ഞ് വേറെ വേറെ തൊട്ട് കാണിപ്പിച്ചു തന്നു. ലോകത്തിൽ വ്യവഹരിക്കാൻ ഇതൊക്കെ വേണം. എന്തൊക്കെ വിഡ്ഢിത്തരം പറയണ സ്വാമി എന്ന് വിചാരിക്കേണ്ട, ചിന്തിച്ചു നോക്കുക നിങ്ങൾ. അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നെങ്കിലോ? ഇതെല്ലാം ഈശ്വരനാണ്.
ഓരോന്നിനെയും ഈശ്വരൻ 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 എന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമ്മൾ ആ രീതിയിൽ പഠിച്ചു വന്നിട്ടുണ്ടാവും. എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ പറ്റുമായിരുന്നു. ഇന്നത്തെ പോലെയുള്ള ആ ഭേദഭാവന ഇത്രയും ദൃഢമായിരിക്കുകയില്ല. നാനാത്വം നമ്മൾ കാണുമ്പോഴും ആ രൂപത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു. ഒരു മരത്തിന്റെ വൃക്ഷത്തിന്റെ രൂപത്തിൽ അതാ ഈശ്വരൻ ഇരിക്കുന്നു. ഒരു പക്ഷിയുടെ രൂപത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു. പശുവിന്റെ രൂപത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു. അല്ലെ, നദിയുടെ രൂപത്തില്, പർവ്വതത്തിന്റെ രൂപത്തില്, ഭൂമിയുടെ രൂപത്തില്, ആകാശത്തിന്റെ രൂപത്തില് എല്ലാം ഈശ്വരനാണ്. ഇതാണ് വേദങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ അത് ചെറുപ്പത്തിലേ നമുക്ക് വേണ്ട പോലെ പറഞ്ഞു തന്നില്ല ആരും. അല്ലെ, നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഉണ്ടത്. നമ്മുടെ ശാന്തി മന്ത്രങ്ങളില് തൈത്തരീയ ഉപനിഷത്തിന്റെ ശാന്തി മന്ത്രമായിട്ടുള്ള അശന്നോ മിത്ര ശംവരുണ എന്നുള്ളൊരു മന്ത്രമുണ്ട്. അപ്പൊ അതിൽ പറയുന്നു, നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി. അല്ലയോ വായുവേ, നിനക്ക് നമസ്കാരം. അന്തരീക്ഷ വായുവിനെ നമസ്കരിക്കുകയാണ്, നീ കാണപ്പെട്ട ദൈവമാകുന്നു. അപ്പൊ അല്ലയോ സൂര്യ, കാണപ്പെട്ട ദൈവമാകുന്നു. സൂര്യനാരായണന് നമസ്കാരം. ഭൂമിദേവിക്ക് നമസ്കാരം. വൃക്ഷദേവന് നമസ്കാരം. ഇതിലെല്ലാം ഈശ്വര ചൈതന്യമാണെന്ന് നമ്മുടെ സംസ്കാരം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ വേണ്ട പോലെ നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടില്ല. അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടില്ല. എപ്പോഴും നമുക്കത് പ്രായോഗികമായിട്ട് വരുന്നില്ല. അല്ലെ, അത് പ്രായോഗികമായിട്ട് വന്നിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയെ എത്രയൊക്കെ നശിപ്പിക്കുമോ? എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ബോധം ഉറച്ചിരുന്നെങ്കിൽ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഭൂമിയെ തൊട്ടു തലയിൽ വെച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത്. അല്ലേ, അതായിരുന്നു സംസ്കാരം. ഇപ്പൊ എത്ര പേര് ആചരിക്കേണ്ടതെന്ന് അറിയില്ല. ഉണ്ടോ? ഇപ്പൊ ഭൂമിയെ തൊട്ടു തലയിൽ വെക്കുമ്പോ നമ്മൾ എന്താ പറയണത്? പാദസ്പർശം ക്ഷമസ്വമേ. അല്ലേ, സമുദ്രവസനേ ദേവി പർവ്വതസ്ഥല മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. വിഷ്ണുപത്നി എന്ന് പറഞ്ഞാൽ ആരാണ്? വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ. ആ ഈശ്വരന്റെ ശക്തിയാണ് നീ. ഈശ്വരന്റെ പ്രകടമായ ഭാവമാണ് നീ. നീ ഞങ്ങളുടെയൊക്കെ അമ്മയാണ്. എന്റെ പാദസ്പർശം, അമ്മ മക്കളുടെ പാദസ്പർശം ക്ഷമിക്കും പോലെ ക്ഷമിച്ചാലും എന്ന് പറഞ്ഞൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ എണീക്കുന്നത്. അപ്പൊ പിന്നെ ഈ ഭൂമിയെ നമ്മൾ ചവിട്ടി മെതിക്കുമോ? അതിനെ അനാവശ്യമായിട്ട് നമ്മൾ പൊല്യൂട്ടഡ് ആക്കുമോ? എക്സ്പ്ലോയിറ്റ് ചെയ്യുമോ? ഏതെങ്കിലും തരത്തിൽ അതിനെ നശിപ്പിക്കുമോ? ആ ഉള്ളിൽ ചിന്തയുണ്ടെങ്കിൽ നമുക്ക് വേദനിക്കും. എന്റെ അമ്മയാണ് ഞാൻ വേദനിപ്പിക്കുന്നത് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളില് ഉടനെ വരും. അത് ആ ഒരു ഭാവത്തോടെ വേണം രാവിലെ പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രകൃതിയിലുള്ള എല്ലാം വിഷ്ണു പത്നിയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാം ഭഗവാന്റെ പത്നിയാണ്. അപ്പൊ ഭഗവാന്റെ പത്നിയെ നമ്മള് എന്താ പറയുക, ബലാത്സംഗം ചെയ്യാൻ പാടുവോ? ഉപദ്രവിക്കാൻ പാടുവോ? അത് ചിന്തിച്ചു നോക്കുക. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. പറഞ്ഞു വന്നത് മായാജമനികാച്ഛന്നം. മായയാകുന്ന യമനിക കൊണ്ടാണ് ഭഗവാൻ മറഞ്ഞിരിക്കുന്നത്. ആ മായയെ നീക്കിയാൽ ഭഗവാനെ കാണാം. ആ മായയെ നീക്കാനാണ് ഈ ഗുരുക്കന്മാരും ശാസ്ത്രങ്ങളും നമ്മളെ എന്താ പറയുക പരിശീലിപ്പിക്കുന്നത്. വേണ്ട അറിവ് നൽകി ആ മായയെ നീക്കാനാണ് നമ്മളെ ശ്രമിക്കുന്നത്. മായാജമനികാച്ഛന്നം അജ്ഞാ അധോക്ഷജം അവ്യയം ന ലക്ഷ്യസേ. അജ്ഞയായ ഈ ഞാൻ അധോക്ഷജനും അവ്യയനുമായ അങ്ങയെ ന ലക്ഷ്യസേ, കാണുന്നില്ല. അങ്ങ് എന്നാൽ കാണപ്പെടുന്നില്ല എന്നർത്ഥം. അപ്പൊ ഞാൻ അജ്ഞയാണ്, ഞാനൊരു മൂഢയാണ്, മായയാൽ ബാധിക്കപ്പെട്ടവളാണ്. അധോക്ഷജനാണ് അങ്ങ്. അധോക്ഷജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്തറിയോ? ഭഗവാന്റെ പേരാണ്. അക്ഷജം എന്ന് പറഞ്ഞാൽ അക്ഷജന്യം. അക്ഷം എന്നാൽ ഇന്ദ്രിയം. അപ്പൊ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതിനെയാണ് അക്ഷജം എന്ന് പറയുക. അക്ഷജന്യമായ വസ്തു, അക്ഷജന്യമായ ജ്ഞാനം, അത് അക്ഷജം. ഭഗവാനോ അധോക്ഷജം. അധ എന്ന ശബ്ദം കൊണ്ട് ഈ അക്ഷജത്തെ വിശേഷിപ്പിച്ചു. അത് പ്രിഫിക്സ് ആയിട്ട് ചേർത്തു. അപ്പൊ എന്തായി? ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്തവൻ. എന്നാൽ ഇന്ദ്രിയങ്ങളുടെ അറിവിനൊക്കെ അടിസ്ഥാനമായിരിക്കുന്നവൻ. ഇങ്ങനെ രണ്ടർത്ഥമാണ് ഈ അധ ശബ്ദത്തിന്. അക്ഷജത്തെ അധക്കരിക്കുന്നവൻ, അല്ലെങ്കിൽ അക്ഷജന്യമായ ജ്ഞാനങ്ങൾക്കെല്ലാം അധിഷ്ഠാനമായി ഇരിക്കുന്നവൻ. അപ്പൊ ഏതൊരുവന്റെ സാന്നിധ്യം കൊണ്ടാണോ നമുക്ക് കണ്ണിന് കാണാൻ കഴിയുന്നത്, കാതിന് കേൾക്കാൻ കഴിയുന്നത്,
നാവിന് രുചിക്കാൻ കഴിയുന്നത്, മൂക്കിന് മണക്കാൻ കഴിയുന്നത് ഒരു ശക്തിയുണ്ട് പുറകില്, അല്ലെ? അപ്പൊ ഇതിന്റെയൊക്കെ പുറകിലുള്ള ശക്തിയാണ് ഒന്ന് അധോക്ഷജൻ എന്ന വാക്കിന് ഒരർത്ഥത്തില്. മറ്റൊരർത്ഥത്തില് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തവർ, ഈ ജ്ഞാനത്തെ, ഗോചരം അല്ലെങ്കിൽ ഇന്ദ്രിയജന്യമായ ജ്ഞാനത്തെ ചെറുതാക്കുന്നത്. അപ്പൊ അത് കേനോപനിഷത്തിലെ ബ്രഹ്മത്തെ കുറിച്ചിട്ടുള്ള പദമാണ്. ചക്ഷുഷാന പശ്യതി ഏന ചക്ഷുഗുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതമുപാസതേ. യത് ചക്ഷുഷാന പശ്യതി, ഏതൊന്നിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലയോ, ഏന ചക്ഷുഗുംഷി പശ്യതി, ഏതൊന്നിന്റെ അനുഗ്രഹത്താൽ കണ്ണുകൾ കാണുന്നുവോ ആ വസ്തുവിനെയാണ് എന്ത് പറഞ്ഞത് ഇവിടെ? അധോക്ഷജൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ പര്യായമായിട്ട് ഭാഗവതത്തിൽ ഒരുപാട് പ്രയോഗിച്ച പദമാണ് ഈ അധോക്ഷജൻ എന്ന ശബ്ദം. ഇനി നിങ്ങൾ ഇഷ്ടം പോലെ കാണും. അപ്പോ അധോക്ഷജം, അവ്യയം, നാശരഹിതനായിരിക്കുന്ന ആ ഭഗവാന്റെ രൂപം. ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥ. ഒരു നടൻ വേഷം കെട്ടിക്കഴിഞ്ഞാൽ ആ വേഷത്തിലാണ് നമ്മൾ ഭ്രമിക്കുക, നടനെ മറക്കും, അല്ലേ? വേഷത്തിലാണ് പലരും ഭ്രമിച്ച്, അല്ലെ, ഇപ്പോഴത്തെ പല നടന്മാരുടെയും ആരാധകരായി തീർന്നിരിക്കുന്നത്. അവരുടെ ജീവിതം ശരിക്കും പച്ചയായിട്ട് കണ്ടു കഴിഞ്ഞാലോ നമ്മളൊക്കെ വെറുത്തു പോകും പലരെയും, അല്ലേ? അപ്പൊ അവര് നല്ല വേഷം കെട്ടി നന്നായിട്ട് അഭിനയിച്ചു, അതുകൊണ്ട് അവരുടെയൊക്കെ ആരാധകരായി മാറി നമ്മൾ. അപ്പൊ നാട്യധരൻ, വേഷം ധരിച്ചവനായിട്ടുള്ള നടനെ പോലെ, നാട്യധരഹ നടഹ യഥാ, വേഷം ധരിച്ചവനായി, നാട്യം എന്ന് പറഞ്ഞാൽ വേഷഭൂഷാദികൾ, അതെല്ലാം ധരിച്ചവനായിട്ടുള്ള നടനെ പോലെ അങ്ങയെ കാണുന്നില്ല. എന്ന് വെച്ചാലോ, ഭഗവാന്റെ വേഷഭൂഷാദികളാണ് ഈ വിശ്വം, ഈ പ്രപഞ്ചം, ഈ നാമരൂപ ആയിരിക്കുന്ന ഭേദങ്ങള്. ഇതുകൊണ്ട് ഭഗവാൻ സ്വയം തന്നെ മറച്ചിരിക്കുന്നു. അപ്പൊ നമ്മള് ആ വേഷങ്ങളൊക്കെ കാണുമ്പോഴും അതിന്റെ പുറകിലുള്ള നടനെ കാണാൻ നമുക്ക് അറിവുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ നമ്മൾ ആ നടനിൽ ഭ്രമിക്കുകയില്ല. ഉണ്ടോ? നടന്റെ യഥാർത്ഥം അറിയണമെങ്കിൽ നമ്മൾ ഭ്രമിക്കില്ല. അപ്പൊ അതുപോലെ ഈ നടനം, ഇത് ഭഗവാന്റെ നടനമാണ്, ഇത് ഭഗവാന്റെ വേഷഭൂഷങ്ങളാണ്. ഈ ലോകത്തിലുള്ള ഓരോ വസ്തുക്കളും കാണുമ്പോൾ അത് ഭഗവാന്റെ അവയവങ്ങളാണ് അല്ലെങ്കിൽ വേഷഭൂഷാദികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭഗവാനെ നമ്മൾ മറക്കില്ല. ഭഗവാനെ മറക്കാതിരിക്കാൻ. അപ്പൊ പക്ഷെ ആളുകൾ മറക്കുന്നു. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയഃ. അപ്പോ അങ്ങയുടെ ഈ അവതാര ലീലകളെല്ലാം ഇതുപോലൊരു വേഷം കെട്ടലാണ്. പരമഹംസന്മാരായ ഭക്തന്മാരായിട്ടുള്ള സജ്ജനങ്ങൾക്ക് ഭക്തിയെ വളർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ ഈ അവതാര മൂർത്തികൾ. പക്ഷെ ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ അങ്ങയുടെ അവതാരമൂർത്തിയെ കണ്ട് സാധാരണ മനുഷ്യരാണെന്ന് കരുതുന്നു. ഇപ്പൊ കൃഷ്ണന്റെ കാലത്ത് കൃഷ്ണനെ ഒരുപാട് പേര് അവരുടെ കൂട്ടത്തിൽ ഒരാളെന്ന് വിചാരിച്ചിട്ടുള്ളൂ. ഭഗവാൻ അർജുനനോട് പല പ്രാവശ്യം പറയുന്നുണ്ട്. ഗീതയിൽ 2 പ്രാവശ്യമാണ്, 7-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും പറയണു, ഹേ അർജുന, നിന്നെ പോലെയുള്ള ആളുകളെ എന്നെ കരുതിയിരിക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ്. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്ദ മമ ഭൂതമഹേശ്വരം. എന്റെ യഥാർത്ഥ ഭാവം അറിയാതെ, എന്റെ ഭൂതമഹേശ്വരമായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭാവം അറിയാതെ എന്നെ ഒരു നിസ്സാരനായിട്ട് മാനുഷിയും തനും ആശ്രിതം ഇതി അവജാനന്തി, എന്നെ അവഗണനയോടെയാണ് കാണുന്നത്. അല്ലേ, അർജുനന് കൃഷ്ണനോട് തന്നേക്കാൾ നിസ്സാരനാണെന്നാ പലപ്പോഴും കരുതിയിട്ടുള്ളത്. താനാണ് യഥാർത്ഥ ക്ഷത്രിയൻ. മറ്റത് യാദവ വംശത്തിന് അത്ര ഭരണ അധികാരമില്ല, ക്ഷത്രിയ യോഗ്യതകളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊരു പുച്ഛം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അത് പലപ്പോഴായിട്ട് ഭഗവാൻ മാറ്റിക്കൊടുത്തു. അപ്പൊ ഭഗവാൻ അർജുനെ ഉദ്ദേശിച്ച് തന്നെയാ പറയണത്, നിന്നെ പോലെയുള്ള ആളുകളൊക്കെ എന്നെ മനുഷ്യനെന്നാ കരുതിയിരിക്കുന്നത്. അത് വിരാട് രൂപം കണ്ടപ്പോ, വിശ്വരൂപം കണ്ടപ്പോ അർജുനൻ തന്നെ അത് പറയുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എന്നോട് ക്ഷമിക്കണേ, എന്റെ സഖാവാണെന്ന് കരുതി എന്തൊക്കെ കുരുത്തക്കേട് ഞാൻ കാണിച്ചിട്ടുണ്ട്, അല്ലെ? സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി. ഹേ കൃഷ്ണ, യാദവ, സഖാവേ എന്നൊക്കെ വിളിച്ച് അജാനതാ തേ മഹിമാനം,
അങ്ങയുടെ മഹിമാനം അറിയാതെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങയോട് ചെയ്തിട്ടുണ്ട്. എല്ലാം ക്ഷമിച്ചാലും എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞ് കാലിൽ വീണ് ഭയപ്പെട്ട് ക്ഷമാപണം ചെയ്യുന്നുണ്ട്. അപ്പൊ പലരും ആ കാലത്ത് കരുതിയിരുന്നത് കൃഷ്ണൻ വെറും ഒരു മനുഷ്യനാണെന്നാണ്. അപ്പൊ അങ്ങയുടെ ഈ നാട്യം, ഈ എന്റെ സഹോദരപുത്രനായിട്ടുള്ള അങ്ങയുടെ ഈ നാട്യം, പക്ഷെ ഞാൻ അറിയുന്നു അങ്ങ് ആരാണെന്ന്. അതാണ് ദേവി പറയുന്നത്. കുന്തി ദേവി പറയുന്നതിന്റെ താല്പര്യം എന്താ? അങ്ങിപ്പോ ഈ വേഷം കെട്ടി വന്നിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് അങ്ങ് എന്റെ എന്റെ സഹോദരന്റെ മകനാണെങ്കിലും, കുന്തിദേവിയുടെ സഹോദരനാണ് വസുദേവൻ, ആ വസുദേവരുടെ പുത്രനാണല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിലും എനിക്കറിയാം അങ്ങ് ആരാണെന്ന്. അങ്ങ് വേഷം കെട്ടി വന്നിരിക്കുകയാണ്. അതാണ്. അപ്പൊ ലോകത്തിന് ഭക്തിയോഗത്തെ ചെയ്യിക്കാൻ വേണ്ടി ഈ ഒരു സഗുണ സാകാരമായ അത്ഭുതമായിട്ടുള്ള കൃഷ്ണാവതാരം അങ്ങ് ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയെ സ്ത്രീകളായിരിക്കുന്ന എന്നെ പോലെയുള്ളവർ എങ്ങനെ അറിയാനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പറയണ. എങ്ങനെ അറിയാനാണ്? കഥം പശ്യേമഹി സ്ത്രീയ. അതുകൊണ്ട് ഞാൻ എനിക്ക് അറിയും പോലെ അങ്ങയെ നമസ്കരിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ഇവിടെ വസുദേവപുത്രനാണങ്ങ് എന്ന് എനിക്കറിയാം. വാസുദേവനാണ്. എങ്കിലും യഥാർത്ഥ വാസുദേവൻ ആരാണെന്ന് എനിക്കറിയാം. എല്ലാറ്റിലും വസിക്കുന്നവനും എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവനും, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ആരിൽ വസിക്കുന്നുവോ അവൻ വാസുദേവൻ. അങ്ങനെയുള്ള വാസുദേവനായിക്കൊണ്ട് അങ്ങിപ്പതാ ദേവകിയുടെ പുത്രനായി വന്നിരിക്കുന്നു. നന്ദഗോപന്റെ കുമാരനായും ഗോവിന്ദൻ എന്ന പേരിലുമൊക്കെ അറിയപ്പെടുന്നു. അങ്ങേക്ക് നമസ്കാരം, നമസ്കാരം. അപ്പൊ ഈ വേഷത്തിൽ വന്നിരിക്കുന്നു എങ്കിലും അങ്ങ് ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. അങ്ങ് താമര നാഭിയിലുള്ള നാരായണനാണ്. അപ്പൊ ഭഗവാനെ കൃഷ്ണനെ നോക്കിക്കൊണ്ടാ പറയണ, അങ്ങ് പത്മനാഭനാണ്, നാരായണനാണ്. അങ്ങ് പങ്കജമാല ധരിച്ച വിഷ്ണുവാണ്. അങ്ങ് പങ്കജനേത്രൻ താമര കണ്ണനാണ്. അങ്ങ് പങ്കജപാദനാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് എന്റെ നമസ്കാരം, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഈ കൃഷ്ണരൂപത്തിൽ നിൽക്കുമ്പോഴും കൃഷ്ണന്റെ തത്വം അറിഞ്ഞുകൊണ്ട് അറിയാത്ത പോലെ സ്തുതിക്കുകയാണ് ഇവിടെ. അപ്പൊ നമ്മളും ഭഗവാന്റെ ഈ രൂപങ്ങളെയൊക്കെ ഉപാസിക്കുമ്പോൾ ആ തത്വം അറിഞ്ഞുകൊണ്ട് ഉപാസിക്കണം. അപ്പോഴാണ് അതിന്റെ പ്രയോജനം വേണ്ടതുപോലെ കിട്ടുക. ഇനി ഭഗവാൻ ചെയ്ത ഓരോ ലീലകളെ അനുസ്മരിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, എന്റെയും എന്റെ മക്കളെയും എത്ര പ്രാവശ്യം ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചു. എന്നാൽ അങ്ങയുടെ സ്വന്തം അമ്മയും അച്ഛനും കഷ്ടപ്പെട്ടപ്പോഴൊന്നും അവരെ പോലും ഇത്രയും അനുഗ്രഹിച്ചില്ല. ആ ദേവകി വസുദേവന്മാർ കംസന്റെ കാരാഗ്രഹത്തിൽ എത്രയോ വർഷങ്ങളോളം കിടന്നു. അവരുടെ 6 കുട്ടികളെ കൊന്നു കംസൻ, അല്ലേ? 7ാമത്തതിനെ അലസിപ്പോയി എന്ന് നാട്ടുകാർ കരുതി. 8ാമത്തതിനെ കൊല്ലാൻ ശ്രമിച്ചു പെൺകുട്ടിയായിരുന്നപ്പോ. അപ്പൊ ഇങ്ങനെ എന്തെല്ലാം ദ്രോഹങ്ങൾ ആ കംസൻ സ്വന്തം അമ്മയ്ക്ക് ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും ആ അമ്മയെ രക്ഷിക്കാത്ത അങ്ങ് എന്നെ രക്ഷിച്ചു. എനിക്ക് പലപ്പോഴും ആപത്ത് വന്നപ്പോഴൊക്കെ എന്നെ രക്ഷിച്ചു എന്ന് ആ കുന്തിദേവി കാണുകയാണ്. കുന്തിദേവിയുടെ ദർശനമാണ് ഇവിടെ മുഖ്യം. അവരുടെ ജീവിതത്തിൽ എത്ര ആപത്തുകൾ വന്നു, അപ്പോഴൊക്കെ അവരെ രക്ഷിച്ചത് ഭഗവാനാണെന്ന് അവർ റെക്കഗ്നൈസ് ചെയ്യണം. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാറുണ്ടോ? നമുക്ക് ആപത്ത് വരുമ്പോഴൊക്കെ നമ്മളെ ആരാ രക്ഷിക്കുന്നത്? നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഭാര്യയോ ഭർത്താവോ മക്കളോ ഒക്കെ ആണോ? ഡോക്ടർമാരാണോ? അയൽവാസികളാണോ? രാഷ്ട്രീയ നേതാക്കളാണോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ? അല്ല. നമ്മളെ ആരാ രക്ഷിക്കുന്നത്? ഭഗവാൻ തന്നെയാണ്. ഭഗവാനാൽ രക്ഷിക്കപ്പെട്ടാലേ നമ്മൾ രക്ഷിക്കപ്പെടുന്നവരാവുള്ളൂ. ഭഗവാൻ കൈയൊഴിഞ്ഞിരുന്നെങ്കിൽ അതോടുകൂടി കഴിഞ്ഞേനെ. ആര് വിചാരിച്ചാലും രക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വിവരമുള്ളവരൊക്കെ നമ്മളോട് പറയും, നമുക്കൊരാപത്ത് വരുമ്പോ ഭഗവാനെ വിളിച്ചോളാം, ഞാൻ രക്ഷിക്കാ എന്ന് പറയില്ല, അല്ലെ? നല്ല ഡോക്ടർമാരൊക്കെ അങ്ങനെയാണ്. ഞാൻ രക്ഷിക്കാന്നല്ല പറയുക, ഭഗവാനെ ധ്യാനിച്ചോളൂ, ഭഗവാനെ വിചാരിച്ചോളൂ, നമ്മൾ ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യാം എന്ന്. അപ്പൊ ഭഗവാൻ അനുഗ്രഹിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പോ
അങ്ങയുടെ സ്വന്തം അമ്മയെ പോലും ചെയ്യാത്തതായിട്ടുള്ള അനുഗ്രഹം എന്നോട് ചെയ്തു. വിമോചിതാഹം സഹാത്മജാ വിഭോ ത്വയൈവനാഥേന മുഹുർവിഭദ്ഗണാത്. അങ്ങനെ താൻ അനുഭവിച്ച ആപത്തുകളുടെ പരമ്പരയെ എണ്ണി പറയുന്നുണ്ട്. വിഷാദ് മഹാഗ്നേഹേ പുരുഷാദ ദർശനാദ് അസത്സഭായാ വനവാസകൃച്ഛ്രദഃ മൃധേ മൃധേനേക മഹാരഥാസ്ത്രദോ ദ്രൗണ്യസ്ത്രദശ്ചാസ്മഹരേ വിരക്ഷിതാഃ. ഭീമസേനനെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു ദുര്യോധനൻ. കുട്ടികളായിരിക്കുമ്പോൾ കളിക്കുന്ന സമയത്ത് വനത്തിൽ വെച്ച് ഭക്ഷണത്തിൽ വിഷം കലർത്തി ഭീമസേനൻ മോഹാത്സ്യപ്പെട്ട് മരിച്ചു എന്ന് തന്നെ ഉറപ്പാക്കിയിട്ട് കാട്ടുവള്ളികളെ കൊണ്ട് ചുറ്റി വരിഞ്ഞ് കല്ലുകെട്ടി ഗംഗയിലെ കയത്തിൽ താഴ്ത്തിക്കളഞ്ഞു. പക്ഷേ ഭീമസേനൻ നേരെ താഴേക്ക് പോയി നാഗലോകത്തിൽ ചെന്ന് നാഗങ്ങളും കൂടി ദംശിച്ചപ്പോ അദ്ദേഹത്തിന്റെ ആ വിഷം ഇറങ്ങിപ്പോയി. നാഗദംശമേറ്റപ്പോ ആന്റിവെനിനായി. അങ്ങനെ അദ്ദേഹം ഉണർന്നു. അപ്പോൾ നാഗങ്ങളെല്ലാം അതിശയിച്ചു. എന്നിട്ട് ഇതാരാണ്? വായുപുത്രനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നാഗങ്ങൾക്ക് വായുവാണ് ഭക്ഷണം മുഖ്യമായിട്ട്. അതുകൊണ്ട് ആ വായുദേവനോട് അവർക്ക് ബഹുമാനമുണ്ട്. അങ്ങനെ ആ വായുപുത്രനായിട്ടുള്ള ഭീമസേനന് ഒരു നാഗരസം കുടിക്കാൻ കൊടുത്തു. അങ്ങനെ 10,000 ആനകളുടെ ശക്തിയുള്ളവനായിട്ടാണ് ഭീമസേനൻ തിരിച്ചു വന്നത്. ഇവിടെ എവിടെയെങ്കിലും കൃഷ്ണൻ വേഷം കെട്ടി വന്നിരുന്നുവോ? ഇവിടെ എവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ കുന്തിദേവി കണ്ടു. ഇതാരുടെ പണിയാണ്? ഈ കൃഷ്ണന്റെ. ഈ കൃഷ്ണൻ അവിടെ ഏത് രൂപത്തിലാ പ്രവർത്തിച്ചത്? ആ അനുഗ്രഹ രൂപത്തിലാണ്, നാഗങ്ങളുടെ രൂപത്തിലാണ് കൃഷ്ണൻ അനുഗ്രഹിച്ചത്. അപ്പൊ വിഷാദ് മഹാഗ്നേഹേ, അരക്കില്ലത്തിൽ വെച്ച് ഇവരെ കൊല്ലാൻ ശ്രമിച്ചു പാണ്ഡവരെയും കുന്തിദേവിയും അല്ലേ. അപ്പൊ അത് വിതുരന്റെ ബുദ്ധി ഉപയോഗിച്ചാണ് ഇവര് രക്ഷപ്പെട്ടത്. അപ്പൊ ആ വിതുരന്റെ ബുദ്ധിയുടെ രൂപത്തിൽ അനുഗ്രഹിച്ചതാരാണ്? ഭഗവാനാണ്. ആര് കണ്ടു? കുന്തിദേവി കണ്ടു. അവിടെയും കൃഷ്ണൻ നേരിട്ട് വന്നിട്ടില്ല. അപ്പൊ മഹാഗ്നേഹേ പുരുഷാദ ദർശനാത്, പുരുഷാദന്മാരെ പറഞ്ഞാൽ പുരുഷന്മാരെ ഭുജിക്കുന്നവർ. പുരുഷാൻ അധിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുകയാണ്. അപ്പൊ മനുഷ്യരെ തിന്നുന്നവൻ നരഭോജി. നരഭോജികളായിട്ടുള്ള ബകാസുരൻ മുതലായിട്ടുള്ള ഹിഡിംബൻ മുതലായ അസുരന്മാരിൽ നിന്ന് മക്കളെ രക്ഷിച്ചു. ഭീമസേനനെയും മറ്റു മക്കളെയും ഒക്കെ രക്ഷിച്ചു. പുരുഷാദ ദർശനാത്. അവിടെയും കൃഷ്ണൻ നേരിട്ട് വന്നിട്ടില്ല. പക്ഷേ ഭീമസേനന്റെ കായിക ബലം കൊണ്ടാണ് ഭീമസേനന് കായിക ബലം കൊടുത്തതാരാണ്? ആ ബലമായിരിക്കുന്നത് കൃഷ്ണനാണെന്ന് മനസ്സിലാക്കി. അപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വസുദേവപുത്രനും ദേവകി പുത്രനുമായിട്ടൊരു വ്യക്തിയല്ല, പിന്നെയോ എല്ലായിടത്തും എല്ലാ രീതിയിലും നിറഞ്ഞിരിക്കുന്ന അനുഗ്രഹമാണ് എന്നാണ് ഈ പറയുന്നത്. അസത്സഭായാ, ആ അസത്തുക്കളായ കൗരവന്മാരുടെ സഭയിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ അവരുടെ പാണ്ഡവന്മാരുടെ മാനം പോകുന്നതായിട്ടുള്ള ആ വേളയിൽ ആ പാഞ്ചാലി കരഞ്ഞു വിളിച്ചു ഭഗവാനെ. ഭഗവാൻ ഏത് രൂപത്തിലാണ് അനുഗ്രഹിച്ചത്? അക്ഷയമായിട്ടുള്ള വസ്ത്രം അല്ലേ. ആ വസ്ത്രരൂപത്തിൽ ഭഗവാൻ അവതരിച്ചു, ഭഗവാൻ അനുഗ്രഹിച്ചു. അല്ല, നേരിൽ വന്നില്ല, വസ്ത്രമായിട്ട് വന്ന് അനുഗ്രഹിച്ചു. അസത്സമായ വനവാസകൃച്ഛ്രദഃ, വനവാസകാലത്ത് പല കഷ്ടങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ദുർവാസാവിന്റെ ശാപത്തിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള പല ആക്രമണങ്ങളിൽ നിന്നൊക്കെ ഇവരെ പാണ്ഡവന്മാരെ രക്ഷിച്ചതാരാണ്? അതൊക്കെ ഭഗവാനാണെന്ന് കുന്തിദേവി അറിയുന്നു. മൃധേ മൃധേ അനേക മഹാരഥാസ്ത്രദഃ, ഓരോ യുദ്ധത്തിലും മഹാരഥന്മാർ ഭീഷ്മദ്രോണാദികളാകുന്ന മഹാരഥന്മാരുടെ അസ്ത്രങ്ങളിൽ നിന്ന് എന്റെ മക്കളെ രക്ഷിച്ചതാരാണ്? അവരുടെ കൈകരുത്തല്ല, ഭഗവാന്റെ അനുഗ്രഹമാണ്. ഇപ്പതാ ദ്രൗണ്യസ്ത്രദശ്ചാസ്മഹരേഭിരക്ഷിത, ആ ദ്രോണപുത്രനായ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ഇപ്പതാ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ എപ്പോഴും രക്ഷിക്കുന്നവനാണ് അങ്ങ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ ഇപ്പൊ ഞങ്ങൾക്ക് ആപത്തിനെ പേടിയില്ലാതായി. അതുകൊണ്ട് ആപത്തുകൾ വന്നോട്ടെ. വിപദ സന്തുന ശശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാത് അപുനർഭവ ദർശനം. ആപത്ത് വരുമ്പോ എന്താണ്? അങ്ങയെ കാണാലോ എന്ന് വെച്ചാൽ ആപത്തുകളില് അങ്ങയെ ഞങ്ങൾ സ്മരിക്കാതിരിക്കില്ല. രക്ഷകനായ അങ്ങയെ ഞങ്ങൾ സ്മരിക്കും. അങ്ങ് വന്ന് ഞങ്ങളെ ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കും എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോ ആപത്തുകൾ വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാണ്. കുന്തിദേവിയുടെ ധൈര്യം നോക്കൂ. എന്തുകൊണ്ടാ ധൈര്യം?
എല്ലാറ്റിലും ഭഗവാനെ കാണുന്നതുകൊണ്ട് ആ ഭഗവാൻ രക്ഷിച്ചാൽ മാത്രമേ നമ്മൾ രക്ഷിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ പ്രഹ്ലാദന്റെ അതേ ധൈര്യം. പ്രഹ്ലാദന് അച്ഛൻ ഏതൊക്കെ രീതിയിൽ കൊല്ലാൻ ശ്രമിച്ചിട്ടും ഒരു ഭയം ഉണ്ടായില്ല. ഇനി എല്ലാവരും ഭയപ്പെടുന്ന ഭയങ്കരമായ നരസിംഹരൂപം കണ്ടിട്ടും പ്രഹ്ലാദൻ ഒട്ടും പേടിച്ചില്ല. കാരണം പ്രഹ്ലാദൻ അറിയാം ഇതെല്ലാം ഭഗവാന്റെ ലീലയാണ് എന്ന്. അപ്പൊ അതേപോലെ ഇവിടെ കുന്തിദേവിയും ഭഗവാനെ കാണുന്നു. ആ കുന്തിദേവിയുടെ ഭക്തിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോ അതുകൊണ്ട് അങ്ങ് ഇപ്പതാ ഞങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണ് അല്ലേ? ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ് യുധിഷ്ഠിരന് രാജ്യം കിട്ടി, എല്ലാം ഏൽപ്പിച്ചിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ശോഭിക്കുന്നത്. അങ്ങില്ലാതായി കഴിഞ്ഞാൽ ഈ ഹസ്തിനപുരം അല്ലെങ്കിൽ ഈ രാജ്യം അതിനൊരു ശോഭയുമില്ല. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷെ അങ്ങ് ഈ വ്യക്തിയായിട്ട് ഇവിടെ നിൽക്കാനും അങ്ങേക്ക് പറ്റില്ല. അങ്ങേക്ക് പല റോളുകളുണ്ട്, അല്ലെങ്കിൽ പല ഡ്യൂട്ടികളും ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്റെ മനസ്സിൽ എപ്പോഴും അങ്ങയെക്കുറിച്ചിട്ടുള്ള സ്മരണ ഗംഗാപ്രവാഹം പോലെ ഉണ്ടാകണം. എനിക്ക് ദൃഢമായിട്ടുള്ള ഭക്തി അങ്ങയിൽ ഉണ്ടാകണം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്തുതിയാണ് ഞാൻ സംഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഭഗവാന്റെ വിവിധങ്ങളായ ഭാവങ്ങളെ പറഞ്ഞ്, നാമങ്ങളെ പറഞ്ഞ്, അപ്പൊ അങ്ങയുടെ ഈ അവതാരം എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുപോലെ കീർത്തിക്കാനും പാടാനും അതിലൂടെ അങ്ങയുടെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഭക്തി വർദ്ധിപ്പിച്ച് അതിലൂടെ അന്ധക്കരണ ശുദ്ധിയും ആത്മജ്ഞാനവും നേടാൻ വേണ്ടിയിട്ടല്ലേ? ലോകത്തെ അനുഗ്രഹിക്കാനല്ലേ അങ്ങയുടെ ഈ അവതാരം? അതിനല്ലേ ഈ അത്ഭുത ലീലകളൊക്കെ അങ്ങ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഒരു അത്ഭുത ലീലയെ അനുസ്മരിക്കുന്നുണ്ട്. എന്താണ്? അങ്ങ് ഈ ലോകത്തിന്റെ മുഴുവൻ നായകനായി എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ആളായിരിക്കുമ്പോ ഏതൊരുവനെയും ഭയപ്പെട്ടുകൊണ്ട് എല്ലാ ദേവന്മാരും അവരുടെ ജോലി ചെയ്യുന്നുവോ അല്ലേ? ഭീഷാസ്മാത് വാദപ്പവതേ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമഃ എന്ന് വേദം ഏതൊരുവനെ കുറിച്ച് പറയുന്നുവോ അവന്റെ ഒരു അഭിനയം ഗംഭീരായിരുന്നു. മൃത്യുദേവൻ പോലും ആരെ ഭയപ്പെട്ട് ഓടി നടക്കുന്നുവോ അവൻ നന്നായിട്ട് അഭിനയിച്ചു. എപ്പോൾ? ആ അമ്മ യശോദ അമ്മ ഭഗവാനെ ബന്ധിക്കാനായിക്കൊണ്ട് കയറെടുത്തതായിട്ടുള്ള ആ സന്ദർഭത്തിൽ അല്ലേ? ആ കയർക്കലം പൊട്ടിച്ച് വികൃതിയായി കാണിച്ച് വെണ്ണയും അപഹരിച്ചോണ്ട് കുരൽപ്പുരയിൽ പോയിരുന്ന കുരലിൽ വെച്ച് വെണ്ണയും തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വടിയും കയറുമായിട്ട് വന്ന് തന്നെ പിടിച്ചു ഓടിച്ചിട്ട് പിടിച്ചു. ആ പിടിച്ചതായിട്ടുള്ള സമയത്ത് ഭഗവാന്റെ ഒരു അഭിനയമുണ്ട്. എന്തൊരു അഭിനയായിരുന്നു! അതാണ് പറഞ്ഞത്, ഗോപ്യാതേ ത്വയി കൃതാഗസിതാമതാവത് യാതേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാമാം വിമോഹയതി വീരവിയദ്വിഭേദി. ആ ഗോപി യശോദ ത്വയി കൃതാഗസി, അങ്ങ് അപരാധം ചെയ്തപ്പോൾ ദാമ ആദത്തെ കയറെടുത്തൂലോ, ആ സമയത്ത് താവത് യാതേ ദശ. എന്തൊരവസ്ഥയായിരുന്നു അപ്പോഴേ അങ്ങയുടെ അശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ. കണ്ണുനീര് നിറഞ്ഞ് തുളുമ്പുന്ന കണ്ണുനീര് കൊണ്ട് അഞ്ജനം കണ്ണിലെഴുതിയ കൺമഷിയെല്ലാം ഇളക്കി അതെല്ലാം കൂടി ഒലിക്കുന്നതായിട്ടൊരു മുഖത്തോട് കൂടിയിട്ട് ഭയപ്പെടുന്ന വിറയ്ക്കുന്ന ചുണ്ടോടുകൂടി തല താഴ്ത്തി അപരാധിയെ പോലെ നിന്ന ഒരു ഒന്നൊന്നര നിൽപ്പുണ്ടല്ലോ. വക്രം നിനീയ ഭവഭാവനയാ സ്ഥിതസ്യ സാമാം വിമോഹയതി. ആ അങ്ങയുടെ അവസ്ഥ, ആ ദശ, ആ ഒരു അഭിനയം എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു, എന്നെ മോഹിപ്പിക്കുന്നു. കാരണം ഭീരവിയദ്വിഭേദി, ആ മൃത്യുദേവൻ പോലും ഏതൊരുവനെ ഭയപ്പെടുന്നുവോ ആ അന്ന് ഇങ്ങനെയൊക്കെ ഭയം അഭിനയിക്കാൻ എന്താ പറയാ, അന്ന് തന്നെയാണ് സകല കല വല്ലഭൻ അല്ലേ? അഭിനയ ചക്രവർത്തി അന്ന് തന്നെയാണ്. അപ്പൊ അങ്ങയുടെ ഈ അഭിനയങ്ങളൊക്കെ എന്തിനാണ്? അതാണ് ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും സ്മരിക്കാം. കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ ഇങ്ങനെയുള്ള അത്ഭുത ലീലകളൊക്കെ ചെയ്തുകൊണ്ടല്ലേ നമ്മൾ സ്മരിക്കുന്നത്. ഭഗവാൻ നമ്മളെ പോലെ ഒരാളായിട്ടാണ് ജീവിച്ചെങ്കിൽ സ്മരിക്കുമോ? ഇപ്പൊ എത്രയോ ഋഷീശ്വരന്മാർ ഈ ലോക അനുഗ്രഹത്തിന് വേണ്ടി ജീവിച്ചു, അവരെയൊക്കെ നമ്മൾ സ്മരിക്കാറുണ്ടോ? കാരണം അവരിതുപോലെ അത്ഭുത നാടകങ്ങളൊന്നും ചെയ്തില്ല. അവര് നോർമലായി ജീവിച്ചു,
ലോകത്തെ അറിവ് കൊണ്ട് അനുഗ്രഹിച്ചു, ലോകത്തിന് വലിയ അറിവ് നൽകി അല്ലേ? വസിഷ്ഠാദി ഋഷീശ്വരന്മാരെല്ലാം തന്നെ എത്ര 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 സംഭാവനയാണ് ഈ ലോകത്തിലേക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ അവരെ അനുസ്മരിക്കാറുണ്ടോ? നമുക്ക് അവരിലൊന്നും ഒരു അത്ഭുതം തോന്നാറില്ല, അവരിൽ നിന്നും മഹത്വം തോന്നാറില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെയുള്ള അവതാരം കൂടി ധരിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യാവതാരമെടുത്ത് സാധാരണ ആളുകളെ പോലെ നടന്നാൽ നമ്മൾ അവഗണിക്കും അല്ലെ? ഇപ്പോ ശങ്കരാചാര്യര്, നാരായണ ഗുരുദേവൻ, രമണ മഹർഷി ഇവരൊക്കെ നമ്മുടെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരായിട്ട് ജീവിച്ച അവതാരമൂർത്തികൾ തന്നെയാണ്. പക്ഷെ അവരെ നമ്മൾ ഇതുപോലെ ഓർക്കുന്നുണ്ടോ, ഇതുപോലെ ബഹുമാനിക്കുന്നുണ്ടോ? ഏതെങ്കിലും അവരുടെ ജയന്തി, സമാധി ഒക്കെ വരുമ്പോ ഒന്നിച്ചു കൂടും. അത് ആരെങ്കിലുമൊക്കെ ഓർമ്മിപ്പിക്കണം നമ്മളെ അല്ലെ? ഇന്ന് നാരായണ ഗുരു ജയന്തിയാണ്, അല്ലെങ്കിൽ ഇന്ന് രമണ ജയന്തിയാണ്, അല്ലെങ്കിൽ ഇന്ന് ശങ്കര ജയന്തിയാണ് എന്ന് പറയുമ്പോൾ വർഷത്തിലൊരിക്കൽ നമ്മൾ ഒത്തുകൂടും. എന്നിട്ട് കുറച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. സ്മരിക്കാറുണ്ടോ ഇതുപോലെ? സ്മരിക്കണമെങ്കിൽ അവർ തന്നിട്ടുള്ള സംഭാവന എന്തെന്ന്, അതിന്റെ ഗൗരവം, മഹത്വം മനസ്സിലാക്കണം. എങ്കിൽ നമുക്ക് നിത്യവും സ്മരിക്കും. അപ്പോ ഈശ്വരനെ, അതുപോലെ മഹാത്മാക്കളെയൊക്കെ നമ്മൾ സ്മരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള അത്ഭുത കൃത്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ സ്മരിക്കുള്ളൂ. അതാണ് സാധാരണ ജനങ്ങളുടെ സ്വഭാവം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ അത്ഭുതാവതാരം. ഏതവതാരം? ഈ കൃഷ്ണാവതാരം പോലെയുള്ള അവതാരങ്ങൾ. ഇത്രയും ലീലകളൊക്കെ ചെയ്തതുകൊണ്ടാണ് അല്പമെങ്കിലും നമ്മൾ സ്മരിക്കുന്നത്. ഇത് അറിയുന്നവരെ സ്മരിക്കുള്ളൂ അല്ലെ? അറിയാത്തവർ പരിഹസിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ അവതാരം എല്ലാവർക്കും പാടാനും കേൾക്കാനും കീർത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതിലൂടെ അവര് അങ്ങയുടെ തത്വം അറിഞ്ഞുകൊണ്ട് അവരുടെ ജന്മം സഫലമാകുന്നു, അവര് സംസാര സാഗരത്തെ തരണം ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ടാണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എനിക്ക് ഭക്തി തന്ന് അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതാണ് കുന്തിദേവിയുടെ. അപ്പൊ ആ ഭഗവാനിലുള്ള ഉറച്ചതായിട്ടുള്ള ഭക്തി, അതിനുവേണ്ടി പ്രാർത്ഥന നമുക്കും അതോടൊപ്പം കുന്തിദേവിയോടൊപ്പം പ്രാർത്ഥിക്കാം. ഭഗവാനെ, അങ്ങ് തന്നെയാണ് വിശ്വാകാരനായിരിക്കുന്നത്. ഇതിൽ ഏതു വേഷത്തിൽ അങ്ങ് വന്നാലും എനിക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവണം. ഏതു വേഷത്തിൽ വരുന്നതും അങ്ങാണെന്നുള്ളതായിട്ടുള്ള സ്മരണ എന്റെ ഉള്ളിൽ ഉണ്ടാവണം. അതാണ് ഭഗവാനോടുള്ള വളർന്ന ഭക്തി. അതാ ഭക്തിയെ കുറിച്ച് പറയുമ്പോ യഥാർത്ഥ ഭാഗവതോത്തമൻ ആരാണ്? സർവഭൂതേഷു യപ്പശ്യേ ഭഗവത് ഭാവം. സകല ജീവരാശികളിലും സകല ഭൂതങ്ങളിലും ആരാണോ ഭഗവത് ഭാവം കാണുന്നത്, ഏഷ ഭാഗവതോത്തമ എന്ന് ഏകാദശ സ്കന്ധത്തിൽ പറഞ്ഞു തരും. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി തുടങ്ങിയ ലക്ഷണങ്ങളെ കൊണ്ട് ഭഗവാൻ ആരാണ് ഭക്തൻ എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ സർവഭൂതങ്ങളോടും ദ്വേഷമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന മൈത്രീഭാവത്തോടുകൂടി, കരുണയോടുകൂടി, സുഹൃത്തായി, എല്ലാവർക്കും വെൽവിഷറായി എല്ലാവരെയും സഹായിക്കുന്ന മനസ്സുള്ളവനാണ് നല്ല ഭക്തൻ. അങ്ങനെയുള്ള ഭക്തനാണ് എനിക്ക് പ്രിയൻ എന്ന് ഗീതയിൽ 12-ാം അധ്യായത്തിൽ ഭഗവാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സമേ പ്രിയ, സമേ പ്രിയ, സമേ പ്രിയ. ഇങ്ങനെയുള്ള ഭക്തനാണ് എനിക്ക് പ്രിയൻ എന്ന്. അപ്പോ നമ്മളൊക്കെ ആ തലത്തിലേക്ക് എത്തിയോ എങ്കിലേ ഭഗവാന്റെ ലിസ്റ്റിൽ പെട്ടിട്ടുള്ളൂ. ഭഗവാന്റെ പ്രിയരാണ് എന്നുള്ള ലിസ്റ്റിൽ ഇപ്പൊ നമ്മളൊക്കെ സ്വയം ഭക്തന്മാരാണെന്ന് അഭിനയിച്ച് നടക്കുന്നുണ്ട്. ഞാൻ ഭക്ത ശിരോമണിയാണെന്നൊക്കെ ഓരോരുത്തരും കരുതുന്നുണ്ട്. പക്ഷെ ഭഗവാനോട് ചോദിക്കണം, അങ്ങേരെ ഏറ്റെടുത്തിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുണ്ടോ എന്ന്. ആ ലിസ്റ്റിലേക്ക് വരണമെങ്കിൽ ഭഗവാൻ തന്നെ ചില കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫുൾഫിൽ ചെയ്യണം. അപ്പൊ ആ ഒരു ദർശനമാണ് ആര് തരുന്നത്? നമുക്ക് കുന്തിദേവി നൽകുന്നത്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഈ സ്തുതി വളരെ വിസ്തരിച്ച് നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. ചുരുക്കി പറഞ്ഞതാണ്. ഇതാണ് ഭാഗവതത്തിന്റെ ഒരു സംഗ്രഹം എന്ന് തന്നെ പറയാം. കുന്തി സ്തുതിയിലൂടെ ഭാഗവതം എന്താണ്, ഏത് തത്വമാണ് നമുക്ക് കാണിച്ചു തരുന്നത്? ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് നമ്മൾ എന്തിനു വർണ്ണിക്കണം? ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് എന്തിന് കഥകൾ കേൾക്കണം? അത് കേട്ടുകഴിഞ്ഞാൽ അത് മനസ്സിൽ നിന്ന് പോകില്ല. ഭഗവാന്റെ ലീലകൾ അങ്ങനെയുള്ള ലീലകളാണ്, അത്ഭുത ലീലകളാണ്. അതൊരിക്കലും നമുക്ക് മറക്കാനാവില്ല. അങ്ങനെ നമ്മൾ ഭഗവാനെ മനസ്സിൽ എപ്പോഴും ഓർക്കും.
ഭഗവാനെ മനസ്സിൽ നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ആ മനസ്സ് ശാന്തവും ശുദ്ധവും ആകും. അതിലൂടെ നമുക്ക് ഭഗവാന്റെ തത്വം അറിയാനുള്ള യോഗ്യത കൈവരും. അപ്പോ അങ്ങനെ കുന്തിദേവി സ്തുതിച്ചു. അത് കഴിഞ്ഞ് യുധിഷ്ഠിരൻ ഭഗവാനെ വിടാൻ മട്ടില്ല. യുധിഷ്ഠിരൻ വളരെയധികം വിഷമം കാണിക്കുന്നോടെ എന്താ അദ്ദേഹത്തിന് വിഷാദം. നമ്മുടെ അർജുനന് യുദ്ധത്തിന് മുമ്പൊരു വിഷാദം ഉണ്ടായി. ഇവിടെ യുധിഷ്ഠിരന് യുദ്ധത്തിന് ശേഷമാണ് വിഷാദം. അർജുനന്റെ വിഷാദം ഭഗവാൻ യുദ്ധത്തിന്റെ മുമ്പേ തന്നെ ഗീതോപദേശത്തിലൂടെ നീക്കി. ഇവിടെ യുദ്ധത്തിന് ശേഷമുണ്ടായ യുധിഷ്ഠിരന്റെ വിഷാദത്തെ ഭഗവാൻ വ്യാസൻ മുതലായിട്ടുള്ള ആളുകളെ, ഇവരുടെ പാണ്ഡവന്മാരുടെ കൗരവന്മാരുടെ പുരോഹിതനായ ദൗമ്യൻ, ഇവരൊക്കെ പലതും ഉപദേശിച്ചുകൊണ്ട് നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നീ ധാർമ്മികമായ യുദ്ധമാണ് ചെയ്തത്, നീ ഒരു അപരാധവും ചെയ്തിട്ടില്ല, നീ നിമിത്തമായിട്ട് ആരും മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നീയല്ല അതിന് കാരണക്കാരൻ, അത് അങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതാണെന്ന് പലരും പറഞ്ഞിട്ടും യുധിഷ്ഠിരന് സമാധാനമില്ല. ഭഗവാൻ പോലും ഉപദേശിച്ചിട്ടും യുധിഷ്ഠിരൻ സമാധാനിക്കുന്നില്ല. അത് ഭഗവാന്റെ ഒരു സങ്കല്പമാണ്. അല്ലെങ്കിൽ ഭഗവാൻ ഉപദേശിച്ചാൽ സമാധാനം ആവാതിരിക്കുമോ? അപ്പൊ ഇയാൾക്ക് സമാധാനം ആവരുത് എന്നുള്ളതാണ് ഭഗവാന്റെ നിശ്ചയം. എന്തിനു വേണ്ടി? വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി. ഈ യുധിഷ്ഠിരനെയും പാണ്ഡവന്മാരെയും കൂട്ടിയിട്ട് ഭഗവാൻ പിന്നെ കുരുക്ഷേത്രത്തില് 10ാം ദിവസം യുദ്ധത്തിൽ വീണ് ശരശയ്യയിൽ കിടക്കുന്നതായിട്ടുള്ള ഒരാളുണ്ട്. ആരാ? ആ ഭീഷ്മ പിതാമഹൻ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ഈ യുധിഷ്ഠിരന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. കാരണം ഇനി രാജ്യം ഭരിക്കാനുള്ളത് യുധിഷ്ഠിരനും പാണ്ഡവന്മാരുമാണ്. അപ്പൊ അവർക്ക് ഒരുപാട് ധർമ്മം മനസ്സിലാക്കാനുണ്ട്. ആ ധർമ്മം മുഴുവൻ അറിയുന്ന ഒരു ഒരു എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി, ഒരു മാസ്റ്റർ ആണ് ആര്? ഈ ഭീഷ്മ പിതാമഹൻ. അദ്ദേഹത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത്രയും കാലം ആർക്കും ഉപദേശിക്കാതിരുന്നിരിക്കുക. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിനെ വീണ്ടെടുക്കാനുണ്ട്, സമാഹരിക്കാനുണ്ട്, എന്നേക്കുമായി ലോകത്തിന് സംഭാവന ചെയ്യാനുണ്ട്. അതാണ് ഭഗവാന്റെ ഇവിടെയുള്ള ഈ ലീലയുടെ താല്പര്യം. അത് മാത്രമല്ല, ലോകത്തിന് മറ്റൊരു ദർശനം കൂടി കൊടുക്കാനുണ്ട്. എന്താണ്? ഈ ഭീഷ്മർ ശരശയ്യയിൽ കിടന്നതിന്റെ കാരണം എന്താണ്? ഭീഷ്മർ തന്നെ ചെയ്ത അപരാധങ്ങളുടെ ഫലമാണ്. അപ്പോ ഇതിലൂടെ കാണിച്ചു തരുന്നത് ഇത്രയും അറിവുണ്ടായിട്ടും ആ അറിവൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രയോഗിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്നത്. ആർക്കും ലഭിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ആർക്കും ഇതുവരെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ലാത്ത അത്രയും തീവ്രമായ വിഷമങ്ങളാണ് ഈ ഭീഷ്മര് ശരശയിൽ അനുഭവിച്ചിട്ടുള്ളത്. സങ്കല്പിക്കാൻ പറ്റാത്ത നരകങ്ങളുടെ അനുഭവമാണ് അവിടെ ഒന്നിച്ച് അനുഭവിച്ചത് അദ്ദേഹം. 58 ദിവസം ഉത്തരായന കാലം കാത്തു കിടന്നു എന്നുള്ളത് പരോക്ഷമായി അദ്ദേഹത്തിന്റെ ആ ഒരു ഗതിക്ക് വേണ്ടി അദ്ദേഹം കിടന്നു എന്നുള്ളത് പറയും. അതിനേക്കാൾ മുഖ്യമായിട്ട് അദ്ദേഹം 58 ദിവസം കിടക്കേണ്ടി വന്നില്ലേ? യഥാർത്ഥ ശുദ്ധ അന്ധകരണന്മാരായിട്ടുള്ളവരാണെങ്കിൽ എപ്പോ വേണമെങ്കിൽ ഭഗവാനെ ധ്യാനിച്ച് സദ്യോ മുക്തി എന്ന് പറയുന്ന ഒരു മുക്തി, അതിനേക്കാൾ വലുതൊന്നുമല്ല ഉത്തരായണ ഗതി. ഉത്തരായണം എന്നുള്ളത് പുണ്യം ചെയ്ത് ആ പുണ്യം കൊണ്ട് ഊർധ്വലോകങ്ങളിലേക്ക് പോകാനുള്ള മാർഗമാണ്. യഥാർത്ഥ മുക്തി എന്ന് പറയുന്നത് ഇവിടെ തന്നെ, ഈ മനുഷ്യജന്മത്തിൽ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്നതാണ് സദ്യോമുക്തി. സദ്യ എന്ന് പറഞ്ഞാൽ ജഡിതി, ഇമ്മീഡിയറ്റ്, ഇവിടെ തന്നെ, ഇപ്പൊ തന്നെ. അപ്പോ അത് നേടിക്കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ ഒരു ലോകത്തും പോകാനൊന്നുമില്ല. ഒരു വഴിയും നോക്കേണ്ട ആവശ്യമില്ല. തെക്കോട്ടേക്കാണോ വടക്കോട്ടേക്കാണോ കിഴക്കോട്ടേക്കാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പരീക്ഷത്തിന് 7ാം ദിവസം ഭക്ഷകൻ കടിക്കുന്നതിന് മുമ്പേ അദ്ദേഹം മുക്തനായി, അല്ലേ? ഇവിടെ തന്നെ മുക്തനായി. അദ്ദേഹം ഉത്തരായനം കാത്തു കിടന്നു. അപ്പൊ ഇവിടെ അത് സാങ്കേതികം മാത്രമാണ്. അഥവാ അദ്ദേഹത്തിന് തന്നെ അറിയാത്താൻ പുണ്യകർമ്മങ്ങളൊന്നും അല്ല ചെയ്തിട്ടുള്ളത്, ധാരാളം പാപകർമ്മങ്ങളാണ്. ആ പാപത്തിന്റെ ഫലം താൻ അനുഭവിച്ചു തീർക്കണം. അത് തീർത്തു കഴിഞ്ഞാലേ തനിക്ക് താൻ ഉദ്ദേശിച്ചതായിട്ടുള്ള ഗതി കിട്ടുള്ളൂ, ദേവലോകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന് തിരിച്ചു പോകണം. എവിടേക്കാ പോകേണ്ടത്? അദ്ദേഹം എവിടുന്നാ വന്നു വെച്ചാൽ അവിടേക്ക്. അദ്ദേഹം
അഷ്ടവസുക്കളിൽ ഒരാളായിരുന്നു. ശാപം കൊണ്ടാണ് ഭീഷ്മരായിട്ട് വന്നത്. അപ്പോ ആ ശാപം മുഴുവൻ പോയാലേ, അല്ലെങ്കിൽ താൻ ചെയ്ത പാപങ്ങളുടെ മുഴുവൻ ബലം അനുഭവിച്ചു കഴിഞ്ഞാലേ അദ്ദേഹത്തിന് തിരിച്ച് ആ സ്ഥാനത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രതീകാത്മകമായിട്ടാണ് ഈ ഉത്തരായന കാലത്തേക്കുള്ള കിടപ്പ്. വാസ്തവത്തിൽ അദ്ദേഹം കിടന്നത് 58 ദിവസമാണ്. ആ 58 ദിവസം എവിടെയാ കിടക്കുന്നത്? നല്ല മെത്തയിലാണോ? ശരീരം മുഴുവൻ അസ്ത്രങ്ങൾ തളച്ചു കയറിയിട്ട് ശരശയ്യയില്. കയ്യോ കാലോ അനക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. കൺപീലികൾ പോലും അനക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെയുള്ള അസ്ത്രങ്ങളെ കൊണ്ട് എല്ലായിടത്തും ബാധിച്ചിരുന്നു. കണ്ണുകൊണ്ട് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. തന്റെ മുമ്പിൽ ആരാ വരണം വെച്ചാൽ അവരെ കാണാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. ബാക്കി അനക്കാൻ ഒന്നും കഴിവില്ല. എല്ലാം ബന്ധനത്തിലായിരുന്നു. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോയിക്കൊണ്ടുള്ള കിടപ്പായിരുന്നു. തന്റെ ചുറ്റുമോ, ചുറ്റും എന്തായിരുന്ന അവസ്ഥ? യുദ്ധരംഗമാണ്, കുരുക്ഷേത്രമാണ്. അവിടെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീട് കിടക്കണോ, അംഗവിച്ഛേദം വന്ന് അവരുടെ ശരീരങ്ങളൊക്കെ പുഴുത്തു നാറുന്നു. അതിലേക്ക് കഴുകന്മാരും കുറുനരികളും കടിച്ചു വലിക്കുന്നു. രക്തത്തിന്റെ കട്ട പിടിച്ചതായിട്ടുള്ള തളങ്ങള്, മാംസങ്ങൾ കഷ്ണം കഷ്ണമായിട്ട് ചിന്ന ഭിന്നമായ കുതിരയുടെ, ആനയുടെ, മനുഷ്യന്റെ മാത്രമല്ല അല്ലെ, അനേക കുതിരകളുടെ, അനേകം ആനകളുടെയൊക്കെ മാംസം പുഴയായി ഒഴുകിയതുപോലെയുള്ള രക്തച്ചാലുകള്, അങ്ങനെ നാറുന്ന, ഇതിലും വലിയ നരകമുണ്ടോ? പുഴുത്തരിക്കുന്ന കഴുകന്മാർ, കൊത്തി വലിക്കുന്ന കുറുനരികൾ കടിച്ചു വലിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ, ചുറ്റും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ വളരെ സുഖമാണോ കിടക്കുന്ന കിടപ്പ്? അപ്പോൾ ഒരു 58 ദിവസമാണ് കിടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് എന്താ പറയുക, 58 മിനിറ്റ് കിടക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സന്ദർഭത്തില്. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ കിടന്നു? അത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ടാണ്. അദ്ദേഹം ഇത്രയും അറിവുള്ള ആളായിട്ടും ആ അറിവ് അദ്ദേഹം വേണ്ടിടത്തൊന്നും പ്രയോഗിച്ചില്ല. അപ്പൊ ആ അറിവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അത് യുധിഷ്ഠിരന് ഉപദേശിക്കാനുള്ള ഒരു സന്ദർഭം ഭഗവാൻ സങ്കല്പം കൊണ്ടുണ്ടാക്കുകയാണ്. അതിലൂടെ ആ ഭീഷ്മർക്ക് പ്രായശ്ചിത്തം ചെയ്യാനും, അദ്ദേഹം ചെയ്ത തെറ്റുകളെല്ലാം സ്മരിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം പശ്ചാത്തപിക്കുന്നുണ്ട്. അത് തന്നെയാണ് പ്രായശ്ചിത്തം. ആ പശ്ചാത്താപത്തേക്കാൾ വലിയ പ്രായശ്ചിത്തം വരെയില്ല. അങ്ങനെ പശ്ചാത്തപിച്ചുകൊണ്ട് ആ ധർമ്മോപദേശം ചെയ്യുന്നു. അപ്പൊ ഈ ധർമ്മത്തിൽ അദ്ദേഹം ഉപദേശിച്ച ധർമ്മങ്ങൾ ഒന്നും തന്നെ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ളതല്ല. അതാണ് ഈ മഹാഭാരത യുദ്ധത്തിന് കാരണം. യുധിഷ്ഠിരൻ ഈ പറഞ്ഞതില്, ധർമ്മം പറഞ്ഞതിലൊന്നും അനുഷ്ഠിക്കാതിരുന്നിട്ടും ഇല്ല. അപ്പൊ യുധിഷ്ഠിരൻ എന്തെങ്കിലും അധർമ്മം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആരുടെ ഭാഗത്താ തെറ്റ്? ഭീഷ്മർ ഏറ്റുപറയും പോലെയാണ്. വ്യാസന്റെ ഭാഷ എന്നുള്ളത് പരോക്ഷ ഭാഷയാണ്. നേരെ പറയില്ല, എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ് എന്ന് ഭീഷ്മർ നെഞ്ചത്തടിച്ച് പറയില്ല. പറയാതെ പറയുകയാണ്. ധർമ്മം പറയുന്നതിലൂടെ താൻ ഇതൊന്നും അനുഷ്ഠിച്ചിട്ടില്ല, നിങ്ങൾ പാണ്ഡവന്മാരാണെങ്കിൽ ഇതെല്ലാം അനുഷ്ഠിച്ചവരാണ്, അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കാൻ അർഹരല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാ നിങ്ങൾ ഇവിടെ ഭീഷ്മർ പറയുന്നു, അഹോ കഷ്ടം അഹോ അന്യായം യൂയം ധർമ്മനന്ദനാഹ ജീവിതം നാർഹത ക്ലിഷ്ടം വിപ്രധർമ്മ അച്യുതാശ്രയാഹ. ഇതിലും എല്ലാം അർമ്മമുണ്ട്. അഹോ കഷ്ടം അഹോ അന്യായം, കഷ്ടം തന്നെ, അന്യായമാണ്. ധർമ്മനന്ദനാഹ യൂയം ക്ലിഷ്ടം ജീവിതം നാർഹത. നിങ്ങൾ ക്ലേശിച്ച് ജീവിക്കേണ്ടവരല്ല. നിങ്ങൾ ജീവിതത്തിൽ എത്രയാ കഷ്ടപ്പെട്ടത്. ഈ കഷ്ടങ്ങളൊന്നും നിങ്ങൾക്ക് പാടില്ലാത്തതാണ്. കാരണം നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? വിപ്രധർമ്മ അച്യുതാശ്രയാഹ. 3 പേരെ ആശ്രയിച്ചിട്ടുണ്ട്. വിപ്രന്മാരെന്ന് പറഞ്ഞാൽ അറിവുള്ള ബ്രാഹ്മണന്മാർ, മഹാത്മാക്കൾ. സന്യാസിമാരും ബ്രാഹ്മണന്മാരെയും ഒക്കെയാണ് ഇവിടെ വിപ്രന്മാരെന്ന് പറയുന്നത്. അപ്പൊ അറിവുള്ള മഹാത്മാക്കൾ പറയുന്നത് അനുസരിച്ച് മാത്രമേ നിങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. നിങ്ങൾ അവരെ അനുസരിക്കുന്നവരായിരുന്നു. അതുപോലെ ധർമ്മത്തെ നിങ്ങൾ ആശ്രയിച്ചവരായിരുന്നു. ധർമ്മം തെറ്റാതെ നടന്നവരായിരുന്നു. അച്യുതൻ ഭഗവാൻ, ആ ഭഗവാനെ ആശ്രയിച്ചവരായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചിരുന്നെങ്കിൽ തന്നെ നിങ്ങൾ ഇത്രയും ക്ലേശിക്കാൻ പാടില്ല. എന്നിട്ടും നിങ്ങൾ ക്ലേശിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. എല്ലാം ഈശ്വരന്റെ ഓരോ ലീലകൾ എന്നേ പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരിക്കലും കഷ്ടം വരാൻ പാടില്ല. കാരണം നിങ്ങൾ ശരിക്കും ആശ്രയിക്കേണ്ടവരെ ആശ്രയിച്ചിട്ടുണ്ട്.
അറിവുള്ള ജ്ഞാനികളെ ആശ്രയിച്ചിട്ടുണ്ട്, ധർമ്മത്തെ അനുഷ്ഠിച്ചിട്ടുണ്ട്, ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് കഷ്ടം വന്നു. അതിനൊക്കെ കാരണക്കാരൻ വാസ്തവം പറഞ്ഞാൽ ഈ ഉള്ളവനാണ്, ഈ കിടക്കുന്നവനാണ്. അപ്പോ ഈ ഭീഷ്മരുടെ ഒരു പശ്ചാത്താപത്തോടു കൂടിയ ഏറ്റുപറച്ചിൽ പോലെയാണ് ഈ ധർമ്മോപദേശം. മഹാഭാരതത്തിലെ 30,000-ഓളം ശ്ലോകങ്ങളാണ് ഈ ഭീഷ്മർ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഉപദേശിക്കുന്നത്. ശാന്തി പർവം, അനുശാസന പർവം, 2 പർവങ്ങളിലായിട്ടാണ് ഈ ഉപദേശങ്ങൾ. 30,000-ഓളം ശ്ലോകങ്ങളാണ്. അപ്പൊ അത് മുഴുവൻ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അറിവാണ്. അത് പല ഉദാഹരണങ്ങളിലൂടെ നന്നായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് നല്ലോണം ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ, മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞ ഏതെങ്കിലും ധർമ്മം ഈ ഭീഷ്മര് അനുഷ്ഠിച്ചതായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ അത് ആ ഭീഷ്മരെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് വലിയ ആരാധനയോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ ഭീഷ്മരെ കണ്ടിരുന്നത്, അല്ലേ? പക്ഷെ വിചാരം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും, ഭീഷ്മരാണ് ഈ മഹാഭാരത യുദ്ധത്തിന്റെ കാരണക്കാരൻ. അദ്ദേഹം നിമിത്തമായിട്ടാണ് ഈ 39 ലക്ഷം ആളുകളും മരിച്ചത്, സകല നാശവും ഉണ്ടായത്. അദ്ദേഹം നേരത്തെ തൊട്ടേ മര്യാദക്കാരനായിരുന്നെങ്കിൽ, ധർമ്മം പരിപാലിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ശപഥം മുതൽക്കാണ് അദ്ദേഹത്തിന്റെ അബദ്ധങ്ങൾ ആരംഭിക്കുന്നത്. അച്ഛന് വേണ്ടി അദ്ദേഹം വിവാഹം കഴിക്കില്ല, ബ്രഹ്മചര്യം എന്നുള്ളതായിട്ടുള്ള ശപഥമെടുത്തു. അച്ഛനെ വിവാഹം കഴിപ്പിച്ചു, അല്ലേ? അവിടുന്നാണ് അദ്ദേഹത്തിന്റെ തെറ്റുകൾ ആരംഭിക്കുന്നത്. എന്നാൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പോട്ടെ, അത് തെറ്റാണത്. കാരണം വയസ്സായ അച്ഛനെ അദ്ദേഹത്തിന്റെ ധർമ്മം അനുഷ്ഠിക്കാനാണ് അനുവദിക്കേണ്ടത്. എന്തായിരുന്നു വയസ്സായ അച്ഛൻ ചെയ്യേണ്ടത്? വാനപ്രസ്ഥം, സന്യാസം എന്നുള്ള ജീവിതം. ഈ എന്താ പറയുക, സത്യവതിയെ വിവാഹം കഴിക്കണമെങ്കിൽ ആ ദാശരാജാവ് ചോദിക്കുന്ന കാര്യം അധർമ്മമാണെന്ന് ആർക്ക് അറിയാം? ശന്തനുവിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങിയതാണ്. അത് അദ്ദേഹത്തിന് വിഷമുണ്ടെങ്കിലും അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങി. അത് ധർമ്മമല്ല, അധർമ്മമാണ് ചോദിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഭീഷ്മരെ യുവരാജാവാക്കി കഴിഞ്ഞിരുന്നു. ദേവവ്രതനെ യുവരാജാവാക്കി കഴിഞ്ഞിരുന്നു. അന്ന് ഭീഷ്മരായിട്ടില്ല. ഗംഗാദത്തൻ അല്ലെങ്കിൽ ദേവവ്രതൻ, അദ്ദേഹം യുവരാജാവായി നല്ല രീതിയിൽ രാജ്യഭാരം ചെയ്യുന്ന സമയമാണ്. യുവരാജാവാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത രാജാവ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു ട്രെയിനിങ് പീരിയഡാണ് യുവരാജാവ് എന്നുള്ളത്. അപ്പൊ പ്രജകൾക്കെല്ലാം ഇനി ഭാവിയിലെ രാജാവ് ഇയാളാണെന്നുള്ള ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹത്തിനാണെങ്കിൽ നല്ല അറിവും ശക്തിയുമുണ്ട്. ലോകത്തിൽ ആരെയും വെല്ലുന്ന ശക്തി, ദേവന്മാർ പോലും ഭീഷ്മരുടെ മുമ്പില് നിൽക്കില്ല, അത്രയും ശക്തി. അങ്ങനെയുള്ള ശക്തനും അറിവുള്ള ഒരാളുമായിരുന്ന ഒരാളെ രാജാവായിട്ട് കിട്ടുന്നതിലുള്ള പ്രജകളുടെ സന്തോഷത്തെ മുഴുവൻ കെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഒരു ശപഥം ചെയ്തത്. അത് രാജധർമ്മത്തിന് എതിരാണ്, ഒരു വഞ്ചനയാണ്. ജനങ്ങളെ വഞ്ചിച്ചു. വയസ്സായ അച്ഛനെയും നശിപ്പിച്ചു. അച്ഛൻ സന്യാസം പോകുന്ന ആളെ, വാനപ്രസ്ഥനോ സന്യാസനോ ആവേണ്ട ആളെ വിഷയലംബടനാക്കി മാറ്റി. വിവാഹം കഴിച്ചതോടുകൂടി അയാൾ നശിച്ചു. പിന്നെ അയാള് അധികകാലം ജീവിച്ചില്ല. ഭാര്യാസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് പിന്നീട് വേറെ ഒന്നും നേടാൻ പറ്റാതെ അല്പനായി, കാമം മതിയാവാതെ പോയി. അപ്പൊ അച്ഛനെ നശിപ്പിച്ചു. അച്ഛന്റെ ജീവിതം ലക്ഷ്യത്തിലെത്താതെ നശിപ്പിച്ചു. എന്നാ പിന്നെ താൻ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഈ ഒരു പ്രവൃത്തി ചെയ്താല് താൻ ചെയ്യേണ്ടത് ബ്രഹ്മചര്യം, നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നൊരു വ്രതം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് വർണ്ണാശ്രമ ധർമ്മപ്രകാരം ചെയ്യേണ്ടത് ഒന്നുകിൽ ഗുരുകുലത്തിൽ പോയി ഗുരു ശുശ്രൂഷ ചെയ്യുക, ഗുരുവിനെ ശുശ്രൂഷിക്കുക, അതല്ലെങ്കിൽ സന്യാസ ജീവിതം നയിക്കുക. പരിവ്രാജകനായി ബ്രഹ്മചാരിയായി സന്യാസ ജീവിതം നയിക്കുക. ഇത് രണ്ടുമാണ് നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് പറഞ്ഞിട്ടുള്ള ജീവിതം. അയാൾ വീട്ടിലിരിക്കാൻ പാടില്ല. ഒരു നൈഷ്ഠിക ബ്രഹ്മചാരി വീട്ടിലിരുന്നാൽ വീട്ടിന് അത് അശുഭമാണ്. താഴെയുള്ളവരുടെ ജീവിതത്തേക്ക് അത് ബാധിക്കും. ഏട്ടന്മാര് കല്യാണം കഴിക്കാതിരിക്കുമ്പോ അനിയന്മാർക്ക് കല്യാണം കഴിയുന്നത് നല്ലതാണോ? ഇന്നും അത് നല്ലതാണോ?
ഒരിക്കലുമല്ല. അതുകൊണ്ട് ജ്യേഷ്ഠന്മാർ വീട്ടിലിരിക്കുമ്പോൾ, വിവാഹം കഴിയാതിരിക്കുമ്പോൾ അനുജന്മാർ വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരു അധർമ്മമായിട്ടാണ് കണക്കാക്കുക. അത് സിസ്റ്റത്തിനെ മൊത്തം ബാധിക്കും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിൽ ഇരിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പോകേണ്ടതായിരുന്നു, വനത്തിലേക്ക് പോകേണ്ടതായിരുന്നു ഒരു സന്യാസിയായിട്ട്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരിൽ ആരെങ്കിലും പോയി സേവിക്കാമായിരുന്നു. അദ്ദേഹത്തിന് 4 ഗുരുക്കന്മാരാണുള്ളത്: വസിഷ്ഠനും ബൃഹസ്പതിയും ശുക്രാചാര്യനും പരശുരാമനും. ഗംഗാദേവി ഇദ്ദേഹം നേരെയാവാൻ വേണ്ടിയിട്ട് 4 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തു കൊടുത്തതാണ്. അന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ്, ബെസ്റ്റ് മാസ്റ്റേഴ്സ് അതാണ് വസിഷ്ഠൻ, ബൃഹസ്പതി, ശുക്രാചാര്യരും അതുപോലെ പരശുരാമനും. ആയുധവിദ്യ പരശുരാമനിൽ നിന്നാണ്. മറ്റു വേദാംഗങ്ങളൊക്കെ വസിഷ്ഠനിൽ നിന്നും ബൃഹസ്പതിയിൽ നിന്നുമാണ്. മറ്റു രാജനീതി മുതലായിട്ടുള്ളതൊക്കെ ശുക്രാചാര്യരിൽ നിന്നാണ്. ലൗകികങ്ങളായ കാര്യങ്ങളൊക്കെ അറിയുന്നത് ശുക്രാചാര്യരിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെ 4 ഗുരുക്കന്മാരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു കൊടുത്തതാണ്. പക്ഷെ അതൊന്നും പ്രയോജനപ്പെട്ടില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു പൂർവ്വ സംസ്കാരം കൊണ്ട്. അദ്ദേഹം അഷ്ടവസുക്കളിൽ ഒരാളായിരുന്നപ്പോ ദ്യോവ എന്നുള്ള പേരിൽ വസുവായിരുന്നു. ഈ അഷ്ടവസുക്കളും കൂടി ഒരിക്കൽ വസിഷ്ഠന്റെ ഗൃഹത്തില് അതിഥികളായി ചെന്നു. വസിഷ്ഠൻ അവരെ സൽക്കരിച്ചു നല്ല രീതിയിൽ. അപ്പൊ അവരുടെ ഭാര്യമാരും കൂടെ ഈ വസുക്കളുടെ, നമ്മളെ 33 ദേവന്മാരില് 8 പേരാണ് അഷ്ടവസുക്കൾ എന്ന് പറയുന്നത്. അത്രയും പ്രഗത്ഭന്മാരാണ്, പ്രധാനികളാണ്, VVIPകളാണ്. എന്താ 33 എന്ന് പറഞ്ഞാല് 33 ശ്രേഷ്ഠന്മാരെന്നാണ്. കോടി ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗ്രൻ എന്ന അർത്ഥത്തിലാണ്, അഗ്രഗണ്യന്മാർ. അപ്പൊ 33 പേര്: ഏകാദശ രുദ്രന്മാര്, 12 ആദിത്യന്മാര്, അഷ്ടവസുക്കള്, അശ്വിനി ദേവന്മാർ 2 പേര് എന്ന് പറയാം. അപ്പൊ 33 ആയി. അവരാണ് യാഗത്തിൽ, യജ്ഞങ്ങളിലൊക്കെ സീറ്റുള്ളവരാണ്, ക്ഷണിക്കപ്പെടേണ്ടവരാണ്. അവർക്ക് വേണ്ടി എന്താ പറയുക, യജ്ഞശാലയിൽ ആഹൂതികൾ ചെയ്യണം, അവരെ സൽക്കരിക്കണം. അതുകൊണ്ടാണ് അവരെ കോടികൾ എന്ന് പറഞ്ഞത്. കോടികൾ എന്ന് പറഞ്ഞാല് പ്രമുഖന്മാർ, ശ്രേഷ്ഠന്മാർ എന്നാണ്. ദേവപ്രമുഖന്മാർ 33. മറ്റത് അനേകമുണ്ട്, ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ദേവന്മാര് ദേവതകളുണ്ട് എന്ന് പറഞ്ഞോളൂ. പക്ഷെ ഇവര് പ്രമുഖന്മാരായതുകൊണ്ടാണ് അവരെ കോടികൾ എന്ന് പറയുന്നത്. കോടി എന്നാൽ അഗ്രൻ എന്ന അർത്ഥത്തിലാണ്. ധനുഷ്കോടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വില്ലിന്റെ അറ്റം. കോടിമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുതിയ മുണ്ട്, ആരും ഉപയോഗിക്കാതെ, അലക്കാത്ത പോലും, അലക്കുക പോലും ചെയ്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല, അനക്കിയിട്ടില്ല, അങ്ങനത്തെ ഏറ്റവും ശ്രേഷ്ഠമായത്. അങ്ങനെയുള്ളതേ പൂജയ്ക്കൊക്കെ പല പൂജകൾക്കും ധരിക്കാൻ പാടുള്ളൂ അല്ലേ? ഏറ്റവും ശ്രേഷ്ഠമായതുകൊണ്ട് ആ കോടി ശബ്ദമാണ് ഇവിടെ 33 എന്നുള്ളതിൽ പ്രധാനം. അപ്പൊ അതിൽ 8 പേരാണ് ഈ അഷ്ടവസുക്കള്. അതിൽ ദ്യോവ എന്നുള്ള വസു, അദ്ദേഹവും അവരുടെയൊക്കെ 8 പേരും ഭാര്യമാരുമായിട്ട് വസിഷ്ഠ ഗൃഹത്തിൽ ചെന്നപ്പോ, ആശ്രമത്തിൽ ചെന്നപ്പോ അദ്ദേഹം സൽക്കരിച്ചു. ഗംഭീര സൽക്കാരം. എന്തുകൊണ്ട്? അപ്പോ ഇവർ അത്ഭുതപ്പെട്ടു. തങ്ങൾക്ക് പോലും സാധിക്കാത്ത, ദേവലോകത്ത് പോലും ഇല്ലാത്ത ഭോഗങ്ങളാണ് വസിഷ്ഠൻ കൊടുത്തത്. എവിടുന്നാ കിട്ടിയത് വസിഷ്ഠന്? കാമധേനു വസിഷ്ഠന്റെ കീഴിലാണ്, വസിഷ്ഠന്റെ കസ്റ്റഡിയിലാണ്. ആ കാമധേനുവിന്റെ ഇതാണ് ഈ ഇവർക്ക് കൊടുത്ത എല്ലാ ഭോഗങ്ങളും. അപ്പോ ഈ സ്ത്രീകള്, ഈ പ്രത്യേകിച്ച് ഈ ദ്യോവിന്റെ ഭാര്യയായിട്ടുള്ള സ്ത്രീ ദ്യോവിനോട് പറഞ്ഞു, ഈ കാമധേനുവിനെ നമുക്ക് കൊണ്ടുപോകാം എന്ന്. അങ്ങനെ ഈ സ്ത്രീയുടെ വാക്ക് കേട്ട് ഈ ദ്യോവ എന്നുള്ള വസു വസിഷ്ഠനോട് പറയാതെ, സമ്മതമില്ലാതെ അപഹരിച്ചു കൊണ്ടുപോകുന്നു കാമധേനുവിനെ. അപ്പൊ എന്തായി? ബ്രഹ്മസ്വാപഹാരം. ബ്രാഹ്മണന്റെ മുതല്, അതും വസിഷ്ഠനെ പോലൊരു ബ്രഹ്മർഷിയുടെ മുതല് അപഹരിക്കുക എന്നുള്ളതായിട്ടുള്ള ദ്രോഹം. അതും എവിടെ ഇരിക്കുന്ന, ഇത്രയും ഔന്നത്യത്തിലിരിക്കുന്ന ഒരാള്, ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ആള്. വസു എന്നാൽ ധനം എന്നാണ്. അപ്പൊ ധനത്തെ സംബന്ധിച്ച ലോകത്തിലെ വ്യവസ്ഥകളൊക്കെ പരിപാലിക്കുന്ന ദേവതാ ശക്തികളാണ് ഈ അഷ്ടവസുക്കള്. അപ്പൊ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ വലിയൊരു അഴിമതി ചെയ്തു അല്ലെ? ഇന്നത്തെ നമ്മുടെ എന്താ പറയുക, ഇൻകം ടാക്സോ GSTO വകുപ്പിലേക്ക് വലിയ വലിയ കമ്മീഷണർമാരായിരിക്കുന്നവര് നിങ്ങളുടെ ഏതെങ്കിലും ഷോപ്പിൽ വന്ന് നിങ്ങളുടെ സമ്മതം കൂടാതെ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയാൽ നല്ല കാര്യമാണോ? ഞങ്ങൾ GST കമ്മീഷണറാണ് എടുത്തോണ്ട് പോകുന്നു പറഞ്ഞ് കൊണ്ടുപോയാൽ നല്ലതാണോ? അതുപോലെ ഒരു വലിയ അഴിമതിയാണ്, ഒരു കൊള്ളരുതായ്മയാണ് ഈ അന്ന്
ദ്യോവ് ചെയ്തത്. അതിന്റെ ഫലമായിട്ട് വസിഷ്ഠൻ അഷ്ടവസുക്കളെയും ശപിച്ചു. അങ്ങനെയാണ് അവർ ഗംഗയുടെ മക്കളായിട്ട് മനുഷ്യ രൂപത്തിൽ എല്ലാവരും ജനിക്കുന്നത്. പക്ഷെ ആ 7 പേരും ക്ഷമാപണം ചെയ്തു വസിഷ്ഠനോട്, ഞങ്ങളല്ല ഉത്തരവാദി, ഈ ദ്യോവാണ് എന്ന് പറഞ്ഞു. ആ ദ്യോവ് മാത്രം ക്ഷമാപണം ചെയ്തില്ല. അതുകൊണ്ട് ദ്യോവിന് മാത്രം ശാപം നീണ്ടു നിന്നു. അവർ മറ്റവർ ജനിച്ച ഉടനെ തന്നെ തിരിച്ചുപോയി. ഗംഗാദേവി ജനിച്ച ഉടനെ തന്നെ അവരെ ഗംഗാജലത്തിലേക്ക് ഇട്ടു. അവരെല്ലാം തിരിച്ചുപോയി. മറ്റേ ദ്യോവൻ മാത്രം ചിരകാലം മനുഷ്യ ജീവിതം അനുഭവിക്കാൻ, കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ, ശ്വാസം മുട്ട് അനുഭവിക്കാനുള്ള ഒരു ജന്മമായിരുന്നു. ഭീഷ്മരെ പോലെ ശ്വാസം മുട്ടിയിട്ടുള്ള ഒരാളുണ്ടാവില്ല. കാരണം എല്ലാ ശക്തിയും കഴിവും എല്ലാം ഉണ്ടായിട്ടും അടിച്ചമർത്തപ്പെട്ട പോലെയുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? ദുര്യോധനന്റെ ആട്ടും തുപ്പും ഒക്കെ പലപ്പോഴും കേട്ടോണ്ട്. അപ്പോ ഈ ശാപത്തിന്റെ കൂട്ടത്തില് സ്ത്രീ സംസർഗം ഉണ്ടാവാതെ പോട്ടെ എന്നും കൂടി ശപിച്ചിരുന്നു വസിഷ്ഠൻ. കാരണം ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ടാണ് ഇത് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്താ പറയുക, വിവാഹത്തിന് യോഗമില്ലാത്തത്. അങ്ങനെ വന്ന അദ്ദേഹം തനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്ത ഒരാള് എത്ര പേരെ വിവാഹം കഴിപ്പിച്ചത്? ബലാത്കാരേണ തട്ടിക്കൊണ്ടുവന്നില്ലേ അംബിക അംബാലികമാരെ അല്ലേ? അത് മര്യാദയാണോ? ഏതെങ്കിലും ധർമ്മത്തിൽപ്പെട്ടതാണോ? നിങ്ങൾ ചിന്തിക്കുക. ഇത് ധർമ്മമാണോ? സ്ത്രീകളുടെ സമ്മതമില്ലാതെ അവരെ ബലാത്കാരേണ പിടിച്ചുകൊണ്ടുവന്ന് യോഗ്യതയില്ലാത്ത ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്? അന്ന് വിചിത്ര വീര്യൻ ക്ഷയരോഗിയാണ്. അയാൾക്ക് ഒരു യോഗ്യതയില്ല. വെറും ഭീഷ്മരുടെ നിഴലിലാണ് അയാള് രാജ്യം ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ രാജ്യത്ത് രാജാവായിരുന്നത്. ഭീഷ്മരാണ് എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. ഭീഷ്മരെ പേടിച്ചിട്ട് മറ്റു രാജാക്കന്മാർ ആ ഹസ്തിനപുരം ആക്രമിച്ചില്ല. അതുകൊണ്ട് അയാൾ സ്ഥാനത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു രാജാക്കന്മാർക്കും ഈ വിചിത്ര വീരനെ കുറിച്ച് ഒരു മതിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ മക്കളുടെ വിവാഹത്തിന് ക്ഷണിക്കാതിരുന്നത്. ആ ക്ഷണിക്കാത്തടത്ത് ഭീഷ്മർ ചെന്ന് 3 പേരെ ബലാത്കാരേണ തട്ടിക്കൊണ്ടുവന്നു. അവരുടെ ഇഷ്ടം എന്താന്ന് ചോദിക്കുക പോലും ചെയ്യാതെ, ഒരു വാക്ക് പോലും അവർക്ക് പറയാൻ അനുമതി കൊടുക്കാതെ, എന്നിട്ട് ഇവിടെ വന്നിട്ടല്ലേ അമ്പ തിരിച്ചു പോകുന്നത്. ഞാൻ സാൽവനെ സ്നേഹിക്കുന്നു, എന്നെ തിരിച്ചയക്കണം എന്ന് പറഞ്ഞ് സാൽവന്റെ അടുത്തേക്ക് പോയി. സാൽവൻ പക്ഷെ നിരാകരിച്ചു. താൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഭീഷ്മരോട്. അപ്പൊ ആ ഭീഷ്മർ ബലപ്രയോഗിച്ച് കൊണ്ടുപോയ നിന്നെ ഞാൻ ഇനി സ്വീകരിക്കാൻ ഒരു ക്ഷത്രിയനായിട്ടുള്ള എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ രാജ്യം ഭരിക്കേണ്ടവനാണ്. എന്നെ പ്രജകൾ കുറ്റം പറയും. അപ്പൊ പ്രജകളുടെ എങ്കിലും നോക്കേണ്ടതാണ് ഒരു രാജാവ്. അതുകൊണ്ട് അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പൊ വീണ്ടും ഭീഷ്മരോട് വന്ന് അംബ പറഞ്ഞു, അങ്ങാണ് എന്റെ ജീവിതത്തെ പെരുവഴിയിലാക്കിയത്, അങ്ങ് എന്നെ സ്വീകരിക്കണം. അപ്പൊ ഭീഷ്മൻ തയ്യാറായില്ല. അങ്ങനെ ഒരു സ്ത്രീയെ പെരുവഴിയിലാക്കി അല്ലേ? ആ അമ്പയ്ക്ക് വേണ്ടി അമ്പ ചെന്ന് പരശുരാമനെ കാണുകയും പരശുരാമൻ ഭീഷ്മരോട് തന്റെ ശിഷ്യനാണ്, താൻ പറഞ്ഞാൽ കേൾക്കുന്നുള്ള വിശ്വാസത്തോടുകൂടി വന്നു. പക്ഷേ ആ ഗുരുവിനെ ധിക്കരിച്ചില്ലേ? ഗുരുവിനെ പറയാത്ത ചീത്തയൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ഭാരതം വിസ്തരിച്ച് വായിച്ചാൽ മനസ്സിലാവും. താൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പരശുരാമൻ പറയും, മര്യാദയ്ക്ക് നീ ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എന്റെ അസ്ത്രങ്ങളെ കൊണ്ട് നിന്റെ ശരീരത്തെ ഞാൻ ഛിന്ന ഭിന്നമാക്കി കഴുകന്മാർക്കും കുറുനരികൾക്കും ഇട്ടുകൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. നിനക്കറിയാലോ ക്ഷത്രിയാന്തകനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോ ആ ഭീഷ്മർ പറയുന്നുണ്ട് പരിഹസിച്ചുകൊണ്ട്, എന്റെ അസ്ത്രങ്ങളെ കൊണ്ട് അങ്ങയുടെ ശരീരത്തെ ഞാൻ ഛിന്ന ഭിന്നമാക്കി കഴുകന്മാർക്കും കാക്കകൾക്കും ഇട്ടുകൊടുക്കും. മാത്രമല്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പല്ലേ അങ്ങ് ഇവരെയൊക്കെ വധിച്ചെന്നുള്ള രീതിയിലുള്ള പുച്ഛമായിട്ടുള്ള സംസാരം. എന്നെ പോലൊരു ക്ഷത്രിയൻ ഉണ്ടായിരുന്നില്ല, അങ്ങ് വധിച്ച ക്ഷത്രിയന്മാരൊക്കെ 3rd ക്ലാസ്. എന്റെ അടുത്ത് യുദ്ധം ചെയ്താൽ വിവരമറിയും എന്ന രീതിയിൽ വെല്ലുവിളിക്കണം. ആരെ? ഗുരുവിനെ. അപ്പൊ ഗുരുത്വമുണ്ടോ? ആ ഗുരുവിനെ അവമാനിച്ചിട്ടാണ് വിടുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ പ്രവൃത്തികളും ഭീഷ്മർ ചെയ്തത് എണ്ണി 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 നോക്കിയാല് എല്ലാം അധർമ്മമാണെന്ന് കാണാൻ പറ്റും. ഭീഷ്മർ ചെയ്ത ഒരു പ്രവൃത്തിയും അനുകരണയോഗ്യമായിട്ട് ഇല്ല. ആർക്കെങ്കിലും നല്ലതാണെന്ന് തോന്നി അനുകരിക്കാലോ അല്ലേ? അനുകരിക്കാൻ പറ്റുന്നതാണ് ധർമ്മം. എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന കാര്യം ഭീഷ്മർ ചെയ്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ, നമുക്കത് അനുകരിക്കാം. എന്നാൽ ചെയ്ത ഒരു പ്രവൃത്തിയും അനുകരണയോഗ്യമായിട്ടുള്ളതല്ല.
അതൊക്കെ എണ്ണി പറയാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കാൻ വിടുകയാണ്, നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് ഭീഷ്മർ ചെയ്ത അധർമ്മങ്ങളുടെ ഫലമാണ് ഈ മഹാഭാരത യുദ്ധം. അതാണ് അദ്ദേഹം കിടന്ന കിടപ്പില് പശ്ചാത്താപത്തോടെ ഈ ഉപദേശം ചെയ്യുമ്പോൾ സൂചിപ്പിച്ചത്. ഒരുപാട് പറയാനുണ്ട്, ഒന്നിലേക്കും കടക്കുന്നില്ല വൈകിയതുകൊണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാൻ വിടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭീഷ്മർക്ക് ആ കിട്ടിയ ശരശയ്യ ലോകം കാണണം. മാത്രമല്ല അദ്ദേഹം സ്വയം പശ്ചാത്തപിച്ച് ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ലോകത്തിന് വലിയൊരു സംഭാവന കൊടുത്തിട്ട് അദ്ദേഹത്തിന് പോകാനുള്ള ഒരു അവസരവും ഭഗവാൻ കൊടുക്കണം. ആ പശ്ചാത്താപം കൊണ്ട് അദ്ദേഹം ശുദ്ധനാവുന്നുണ്ട്. ഭഗവാൻ തന്നെ ഗീതയിൽ പറയേണ്ട, എത്ര മഹാപാപിയാണെങ്കിലും ആരാണോ എന്റെ നേരെ തിരിയുന്നത് അവനെ ഞാൻ രക്ഷിക്കും, അവനെ ഞാൻ ശുദ്ധനാക്കും. അല്ലേ? അഭിചേത് സുദുരാചാരോ പാപേഭ്യ പാപകൃത്തമഃ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. അപ്പോ എത്ര മഹാപാപിയാണെങ്കിലും അവൻ എന്തെല്ലാം അപരാധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ ക്ഷിപ്രം ധർമാത്മാ ഭവതി, അവൻ ധർമാത്മാവായി ഭവിക്കുന്നു എപ്പോൾ? എന്നിലേക്ക് തിരിയുമ്പോൾ. അങ്ങനെയുള്ള ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം, കാരുണ്യം, അതൊക്കെ പ്രദർശിപ്പിക്കുകയും കൂടിയാണ് ഇവിടെ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ സ്തുതിക്കേണ്ടത് ആരെയാണ്? ഭഗവാനെയാണ്, അല്ലാതെ ഭീഷ്മരെ അല്ല. ഭീഷ്മസ്തുതി എന്ന് പറഞ്ഞാൽ ഭീഷ്മനെ സ്തുതിക്കാനുള്ള ഭാഗമല്ല, ഭീഷ്മസ്തുതി ഭഗവാനെ സ്തുതിക്കാനുള്ള ഭാഗമാണ്. അതേ ഭീഷ്മർ തന്നെയാണ് പിന്നെ ഭഗവാനെയും സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ കുറിച്ചിട്ടുള്ള വിഷ്ണു സഹസ്രനാമം എന്നുള്ള 1000 നാമങ്ങൾ ലോകത്തിന് നൽകി. അല്ലെ? ആ ശരശയിൽ കടന്നുകൊണ്ട് ഭീഷ്മർ പറഞ്ഞതാണ്, ഭഗവാനെയാണ് ആരാധിക്കേണ്ടത്, ഭഗവാന്റെ നാമങ്ങളാണ് ജപിക്കേണ്ടത്, ആ ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടത്, പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ നാമങ്ങൾ 1000 നാമങ്ങൾ തന്നതാണ് വിഷ്ണു സഹസ്രനാമം. അപ്പൊ അദ്ദേഹം പശ്ചാത്താപ വിവശനായി അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയ മാറ്റം വന്നു. ഭഗവാനെ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുന്നുണ്ട്. ആ സറണ്ടർ ചെയ്തതിന്റെ ഒരു സ്തുതിയാണ് ഭീഷ്മസ്തുതി എന്ന് പറയുന്ന 9ാം അധ്യായത്തിലുള്ളത്. അതിൽ മുഴുവൻ ഭഗവാനെ പാർത്ഥസാരഥിയായിട്ടാണ് സ്തുതിക്കുന്നത്. ഇപ്പൊ തന്റെ മുമ്പിൽ കാണുന്ന ഭഗവാനെ അല്ല സ്തുതിക്കുന്നത്, പാർത്ഥസാരഥി ഭാവത്തിൽ. എന്തുകൊണ്ട്? ഈ പാർത്ഥസാരഥിയാണ് ഭീഷ്മരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഈ പാർത്ഥസാരഥി ആ യുദ്ധത്തിന്റെ ആദ്യ ദിവസം അർജുനനെയും മുമ്പിൽ കൊണ്ടു നിർത്തി അർജുനന് ഗീത ഉപദേശിക്കുമ്പോൾ ആര് തൊട്ട് മുമ്പിലുണ്ട്? ഭീഷ്മരുണ്ട്. അല്ലെ? അർജുനൻ ആജ്ഞാപിച്ചില്ലേ കൃഷ്ണനോട്, എല്ലാ 2 സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത, 2 സൈന്യത്തിന്റെയും മധ്യത്തിൽ കൊണ്ടുപോയി എന്റെ രഥത്തെ നിർത്തൂ, ഞാൻ അവരെയൊക്കെ കാണട്ടെ, എന്നോട് യുദ്ധം ചെയ്യാമെന്നവരെ കാണട്ടെ. അപ്പൊ ഭഗവാൻ കൃത്യമായിട്ട് ആരുടെ മുമ്പിലാ കൊണ്ടു നിർത്തേണ്ടത് വെച്ചാൽ നിർത്തി. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം. അല്ലെ? എല്ലാ രാജാക്കന്മാരുടെയും നടുവിൽ അതിൽ ഭീഷ്മദ്രോണ പ്രമുഖത, അവരുടെ പ്രമുഖമായിട്ട്, പ്രമുഖം എന്നാൽ തൊട്ട് മുമ്പിൽ, അവരുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ദാ കണ്ടോളൂ എന്ന്. അപ്പോഴാണ് അർജുനൻ ഗുരുക്കന്മാരെയും പിതാമഹന്മാരെയും ഒക്കെ കണ്ട് വല്ലാതെ മോഹിതനാവുന്നത്. മമത ആവേശം കൊണ്ട് വിഷാദഗ്രസ്തനായി യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പോകുന്നു. അപ്പോഴാണ് ഭഗവാൻ ഉപദേശം ചെയ്യുന്നത്. ആ ഉപദേശം ഭീഷ്മരും കേട്ടിട്ടുണ്ടാവണം. അല്ലേ? കേൾക്കാൻ വഴിയുണ്ട്. അത് മാത്രമല്ല, ഓരോ ദിവസവും യുദ്ധത്തിൽ നടക്കുന്ന കാര്യങ്ങള്, ഭഗവാൻ ഈ പാണ്ഡവന്മാരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഭീഷ്മർ അനുഭവിക്കുകയാണ്. ഭീഷ്മർ ഈ അർജുനനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എത്ര കൂർത്തുമൂർത്ത അസ്ത്രങ്ങളാണ് അർജുനന്റെ നേരെ അയക്കുന്നത്. അതൊക്കെ ഭഗവാൻ തന്റെ മാറുകാട്ടി രക്ഷിക്കുകയാണ് അർജുനനെ. തന്റെ പടച്ചട്ടയാണ്, ഭഗവാന്റെ പടച്ചട്ട പൊട്ടി കീറി രക്തമൊലിച്ചുകൊണ്ട് അർജുനന്റെ മുമ്പില് വലിയൊരു കോട്ട പോലെ ഭഗവാൻ നിൽക്കുക. ഈ ഭഗവാനെ കടന്നിട്ട് വേണ്ടി അർജുനന്റെ തലയെടുക്കാൻ ഇദ്ദേഹത്തിന് സമ്മതിച്ചിട്ടേയില്ല. ഏതൊക്കെ രീതിയിൽ ഭീഷ്മർ പരീക്ഷിച്ചിട്ടും അദ്ദേഹത്തിന്റെ സർവശക്തി എടുത്ത് പ്രഹരിച്ചിട്ടും ഭഗവാൻ അതിൽ നിന്ന് അർജുനനെ വിട്ടുകൊടുത്തതേയില്ല. മാത്രമല്ല, ഒരു വേളയിൽ ഭഗവാൻ സ്വയം ആയുധമെടുക്കാൻ തയ്യാറായി. ആർക്കു വേണ്ടി? പാണ്ഡവന്മാർക്ക് വേണ്ടി, അർജുനനെ രക്ഷിക്കാൻ വേണ്ടി. അപ്പൊ തന്റെ പ്രതിജ്ഞയെ വലിച്ചെറിഞ്ഞ്
ഈ അർജുനനെ രക്ഷിക്കുന്നതിലൂടെ, പാണ്ഡവന്മാരെ രക്ഷിക്കുന്നതിലൂടെയാണ് തന്റെ ധർമ്മ സംസ്ഥാപനം എന്ന് ഭഗവാൻ വിളിച്ചു പറഞ്ഞു ലോകത്തോട്. പക്ഷെ ഭീഷ്മർ അവിടെ സ്തുതി പറയുമ്പോൾ അതിന് മാറ്റി പറയും. അങ്ങയുടെ എന്റെ പ്രതിജ്ഞയെ സത്യമാക്കാൻ വേണ്ടി അങ്ങയുടെ പ്രതിജ്ഞയെ അങ്ങ് വലിച്ചെറിഞ്ഞില്ലേ, എന്നോട് കാരുണ്യം കാണിച്ചില്ലേ എന്ന് ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അത് ഭഗവാന്റെ കാരുണ്യമായിട്ട് ഭീഷ്മർ അപ്പൊ കാണുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാൻ അവിടെ ആയുധമെടുത്തത് എന്തിനാണ്? ഭഗവാൻ രഥചക്രവുമായിട്ട് ഭീഷ്മരുടെ നേരെ പാഞ്ഞു ചെല്ലുകയാണ്. അപ്പോഴേക്ക് അർജുനൻ പുറകെ ചെന്ന് ഭഗവാന്റെ ഉത്തരീയം പറന്നുപോയതിനെ എടുത്തുകൊണ്ട് അർജുനൻ ഭഗവാന്റെ കയ്യിൽ കൊടുത്ത് ഭഗവാന്റെ കാല് പിടിച്ചു. ഭഗവാനെ അങ്ങ് യുദ്ധം ചെയ്യരുത്, അങ്ങ് ആയുധമെടുക്കരുത്, ഞാൻ ചെയ്തോളാം എന്ന് വെച്ചാൽ അത്രയും നേരം അർജുനൻ പിതാമഹൻ എന്നുള്ള ഭാവത്തിലൊരു ഭീഷ്മരോട് വേണ്ടത്ര തീവ്രമായിട്ടുള്ളൊരു ശത്രുതയോട് യുദ്ധം ചെയ്തിട്ടില്ല. എതിരാളി എന്ന് കണക്കാക്കി യുദ്ധം ചെയ്തിട്ടില്ല. അദ്ദേഹം ആ പിതാമഹനോടുള്ള സ്നേഹത്തെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ അത് മാറ്റിയെടുക്കണം അർജുനന്റെ ഉള്ളിൽ നിന്ന്. അതിനുള്ള ഭഗവാന്റെ നാടകം കൂടിയായിരുന്നു അത്. അതിനുശേഷം അർജുനൻ ഭീഷ്മരോട് നന്നായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങും. കാരണം അല്ലെങ്കിൽ ഭഗവാൻ ആയുധം കൊടുക്കുന്ന ഭഗവാൻ കാണിച്ചു കൊടുത്തു, നീ കൊന്നില്ലെങ്കിൽ ഞാൻ കൊല്ലും. അല്ലേ? ഭഗവാൻ അത് അവസാനം വിശ്വരൂപത്തിൽ കാണിച്ചും കൊടുക്കുന്നുണ്ട്. മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഇവരെല്ലാം എന്നാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാലസ്വരൂപനായ ഞാൻ ഇവരെയൊക്കെ വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു. നീ വെറും ഒരു ഉപകരണം മാത്രമാണ്. അതിന്റെ ക്രെഡിറ്റ് ഒക്കെ നീ എടുത്തോ. പാണ്ഡവന്മാർക്കുള്ളതാണ് കൗരവന്മാരോട് യുദ്ധം ചെയ്ത് ജയിച്ചതിന്റെ ക്രെഡിറ്റ്. പക്ഷെ അത് മുഴുവൻ ജയിപ്പിച്ചതാരാ? ഭഗവാനാണ്. പക്ഷെ ഭഗവാനല്ലല്ലോ രാജ്യം ഭരിക്കാൻ പോണ്, പാണ്ഡവന്മാരാണ്. അപ്പൊ അവർക്ക് ആ ഒരു യശസ് ഉണ്ടായിരിക്കണം. അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് ജയിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്, അവർക്ക് യശസ് ഉണ്ടാവണം എന്ന് കരുതിയ. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ രംഗവും ഈ ഭീഷ്മര് തന്റെ ഉള്ളില് കണ്ടുകൊണ്ട് ആ പാർത്ഥസാരഥിയെ സ്തുതിച്ചുകൊണ്ടാണ് ഭീഷ്മര് ഭഗവാനെ മുമ്പിൽ കണ്ട് ധ്യാനിച്ച് കണ്ണടച്ച് ശരീരം വെടിയുന്നത്. അപ്പൊ അങ്ങനെ ആ ഭീഷ്മരുടെ മുക്തിയെക്കുറിച്ചും ഇവിടെ പറഞ്ഞു. ഭീഷ്മരുടെ സ്തുതി ഗംഭീര സ്തുതിയാണ്. എനിക്കിപ്പോ വർണ്ണിക്കാനുള്ള സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലം നിർത്തുകയാണ്. നമുക്കിനി ഈ പ്രഥമ സ്കന്ധം മാത്രം വൈകുന്നേരം ആകുമ്പോഴേക്കും പറഞ്ഞു തീർക്കാനുണ്ട്. ബാക്കി ദ്വിതീയ സ്കന്ധം, തൃതീയ സ്കന്ധം വായിച്ചു ഇതായിട്ടുണ്ട്. വരാഹാവതാരം വരെ വായിക്കണം. ഇന്ന് 13-ാം അധ്യായം വരെ വായിക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പ്രഥമ സ്കന്ധം ഞാൻ പറയാം. അത് കഴിഞ്ഞ് നമുക്ക് പിരിയാം. ഒരു 6:30-ക്കുള്ളിൽ സമർപ്പിക്കാവുന്നതാണ്. വേഗം പോയിട്ട് വേഗം വരാം. നമുക്ക് ചായ കുടിക്കാനോ അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്കോ പോയിട്ട് വരാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.